ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. സോ പേഴ്സൻറ്റേജിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന്. ഫസ്റ്റ് ക്ലാസ് എല്ലാവരും കണ്ടില്ലേ? അതിൻ്റെ കൺസെപ്റ്റൊക്കെ പ്രോപ്പറായിട്ട് ഒരു നോട്ട് ബുക്കിലാക്കിയില്ലേ? ഒരു പ്രോപ്പറായിട്ട് നോട്ട് എഴുതിയില്ലേ? അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്തോ? അതൊക്കെ ചെയ്യണം നിങ്ങൾ. എങ്കിൽ കൂടെ മാത്രമേ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ക്ലാസ്സസ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിലല്ല, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ, പേഴ്സൻറ്റേജിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ മൈന്യൂട്ടായിട്ടുള്ള കൺസെപ്റ്റ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് എക്സാമ്പിൾസിലൂടെ പറഞ്ഞു തന്നു. ഓരോ എക്സാമ്പിളും ഓരോരോ മെത്തേഡുകളിലൂടെ ഞാൻ കാണിച്ചു തന്നു, എങ്ങനെയൊക്കെ ചെയ്യാം. റേഷ്യോ മെത്തേഡ് കാണിച്ചു തന്നു, അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഉപയോഗിച്ച് കാണിച്ചു തന്നു, അതേപോലെ ബേസിക്കിലൂടെ കാണിച്ചു തന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തന്നു. നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി എന്നാന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന കൺസെപ്റ്റുകളൊക്കെ പ്രോപ്പറായിട്ട് നോട്ടാക്കുക, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യിപ്പിക്കുമ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എംപോസിഷൻ പോലെ അങ്ങ് റിവിഷൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇനി മറന്നു പോകുമോ? അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊരു ഡൗട്ട് വരുമോ? ഇല്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുക. അങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സസ് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ മാത്സിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും. ഇനി ഒരു കാരണവശാൽ നിങ്ങൾക്ക് എക്സാംസിന് QA അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒരു ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് നിങ്ങൾ ഒരു കാരണവശാലും വിചാരിക്കത്തില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇന്ന് പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണോ പഠിച്ചത് അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ്, പിന്നെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു 8 ടൈപ്പ് അല്ലെങ്കിൽ 8 സബ് ടൈപ്പ് ഉണ്ട് നമ്മുടെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. അപ്പോൾ ഓരോ സബ് ടൈപ്പും ഏകദേശം ഞാൻ ഇന്നൊരു 3 സബ് ടൈപ്പ് ഞാൻ ഇന്ന് പഠിപ്പിച്ചു തരും. ആ സബ് ടൈപ്പിൻ്റെ കൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് പറഞ്ഞു തന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിലും പറയണ്ട, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ വായിച്ചൂടെ? ദ പ്രൈസ് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് 34,000. വാട്ട് വിൽ ബി ദ പ്രൈസ് ഓഫ് ദ കമ്പ്യൂട്ടർ ആഫ്റ്റർ എ റിഡക്ഷൻ ഓഫ് 17% എന്ന് പറഞ്ഞാൽ എന്താ? ഇനിഷ്യലി ആ കമ്പ്യൂട്ടറിൻ്റെ പ്രൈസ് എത്ര ആയിരുന്നു? 34,000 ആയിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു? ഒരു 17% എന്ത് ചെയ്തു? അതിൻ്റെ വിലയിൽ ഒരു റിഡക്ഷൻ ഉണ്ടായി. അങ്ങനെയെങ്കിൽ എന്താണ് അതിൻ്റെ ഫൈനൽ പ്രൈസ്, അല്ലെങ്കിൽ എന്താണ് അതിൽ ആ 17% റിഡക്ഷന് ശേഷം ഉണ്ടായിരിക്കുന്ന പ്രൈസ്? എങ്ങനെ കണ്ടുപിടിക്കാം? കണ്ടുപിടിച്ചൂടെ? നോക്കിക്കോ. ഇനിഷ്യൽ പ്രൈസ് എത്ര ഇവിടെ തന്നിരിക്കുന്നത്? ഇനിഷ്യൽ പ്രൈസ് തന്നിട്ടുണ്ട് 34,000 ആണ് ആ കമ്പ്യൂട്ടറിൻ്റെ ഇനിഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? എത്ര ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്? 17% എന്ത് സംഭവിച്ചു? ഒരു റിഡക്ഷൻ ഉണ്ടായി. 17% റിഡക്ഷൻ ഉണ്ടായില്ലേ? ബാക്കി എത്ര ഉള്ളത്? 83% അല്ലേ? ഇനിഷ്യലി നമ്മൾ 100% ആയിട്ട് അസ്യൂം ചെയ്തു. അതിൽ നിന്നും എന്ത് സംഭവിച്ചു? ഒരു 17% റിഡക്ഷൻ ഉണ്ടായി. ഈ 17% 100ൽ നിന്ന് റിഡക്ഷൻ ഉണ്ടായാൽ ഫൈനൽ വാല്യൂ എത്ര? 83 അല്ലേ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നില്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഫൈനൽ വാല്യൂ കണ്ടുപിടിച്ചൂടെ? അല്ലെങ്കിൽ ഫൈനൽ പ്രൈസ് കണ്ടുപിടിച്ചൂടെ? എത്ര വരും? 34,000 ആണ് നമ്മുടെ ഇനിഷ്യൽ വാല്യൂ അല്ലെങ്കിൽ ഇനിഷ്യൽ പ്രൈസ്. അതേ ഇൻറ്റു നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എത്ര? 83% അല്ലേ? 83% എന്ന് പറയുമ്പോൾ എത്ര വരും? 83 ഡിവൈഡഡ് ബൈ 100 എന്ന് ചെയ്തുകൂടെ? നോക്കിക്കോ, 2 0 കട്ട് ചെയ്ത് കളഞ്ഞൂടെ? നമുക്ക് കാൽക്കുലേഷൻ എങ്ങനെ എളുപ്പമാക്കാം അതുകൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ഇരുന്ന് 83നെ 34 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നോക്കിക്കോ, ഇവിടെ ഒരു 0 ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് വരേണ്ട ആൻസറിൽ ഡെഫിനറ്റ്ലി ഒരു 0 വരണം. അതേപോലെ യൂണിറ്റ് ഡിജിറ്റ് എത്ര? 34ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്ര? പറഞ്ഞേ. 4 ആണല്ലോ. 83ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്ര? 3 അല്ലേ? സോ അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടേണ്ട നമ്പർ, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്ര? 2 അല്ലേ? അതായത് നമ്മുടെ ആൻസറിൻ്റെ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ഫൈനൽ വാല്യൂവിൽ ഒരു യൂണിറ്റ് ഡിജിറ്റിൻ്റെ പ്ലേസിൽ ഒരു 2 കാണണം, അതേപോലെ ഒരു 0 കാണണം. ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ഓപ്ഷൻ? 200 വരുമോ? വരത്തില്ല. കാര്യം എന്താ? നമുക്ക് ഒരു 0 മതി. അപ്പോൾ എ ആണോ? എ അല്ല. ബി ആണോ? 2 വന്നിട്ടുണ്ടോ? അതുമല്ല. സി ആണല്ലേ? കാര്യം എന്താ? നമുക്ക് വേണ്ട ഒരു 0 ഉണ്ട്, അതിനുശേഷം വരുന്ന പ്ലേസിൽ ഒരു 2 ഉണ്ട്. സോ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. സോ നമ്മൾ ഇങ്ങനെ വേണം ഓപ്ഷൻ എലിമിനേഷൻ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 83നെ 34 കൊണ്ട് നമ്മളിരുന്ന് ഗുണിച്ച് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. സോ ആ ആൻസറിനെ നമ്മൾ ഫൈനലി മാർക്ക് ചെയ്താൽ മതിയല്ലോ. അത്രയും സമയം നമുക്ക് ലാഭിച്ചൂടെ? സോ ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ ഫേസ് ചെയ്യുമ്പം ഈ വക തരികിട പരിപാടികൾ നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന നമ്മുടെ എന്താ പറയുന്നത് ബാക്കി ആസ്പിരൻസ് അല്ലേ, അവരെക്കാട്ടിലും ഒരു പടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുൻപിലെത്താൻ പറ്റും. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വയമേ കാൽക്കുലേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നമ്മുടെ ബാങ്കിങ് ചാനലിൽ വേദിക് മാത്സിൻ്റെ കംപ്ലീറ്റ് ഒരു പ്ലേലിസ്റ്റ് ഗ്രീഷ്മ മിസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് കാണുക. അപ്പോൾ ഒരുപാട് ട്രിക്സ്, ഒരുപാട് കാൽക്കുലേഷൻ ട്രിക്സ് മിസ് പറഞ്ഞുതരും. നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുക. ഷോർട്സിലൂടെയും ഒരുപാട് കാൽക്കുലേഷൻ ട്രിക്സ്, എന്തോരം കാൽക്കുലേഷൻ ട്രിക്സാണ് തരുന്നതെന്നറിയോ? അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് അതൊക്കെ ഫോളോ ചെയ്യുക. അതൊക്കെ നിങ്ങൾ
എന്താ പറയുക, നിങ്ങളുടെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യനിൽ ആർക്കും ഒരു ഡൗട്ടും ഇല്ലല്ലോ, വളരെ എളുപ്പമല്ലേ? നമ്മുടെ ഇനിഷ്യൽ വാല്യൂവിൻ്റെ കൂടെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഫൈനൽ വാല്യൂയിലോട്ട് ഡയറക്റ്റ് എത്താൻ പറ്റും. അതല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ഒരു ഇനിഷ്യൽ വാല്യൂ ഉണ്ട്, ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറും ഉണ്ട്, അങ്ങനെയെങ്കിൽ ഫൈനൽ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ ആണല്ലോ? ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഫ്രൂട്ട് സെല്ലർ ഹാഡ് സം വാട്ടർമെലൺസ്. ഹി സെൽസ് 45% of the watermelons and still has 495 watermelons left. How many watermelons he originally had? എന്ന് നോക്കി, ഇനിഷ്യലി അയാളുടെ കയ്യിൽ അല്ലെങ്കിൽ ആ ഒരു കടക്കാരൻ്റെ കയ്യിൽ 495 ലാസ്റ്റ് ആണല്ലേ. അപ്പോൾ ഇനിഷ്യലി എത്രയുണ്ടായിരുന്നു? അതിൽ നിന്ന് 45% എന്ത് ചെയ്ത് അയാൾ വിറ്റു. അതിനുശേഷം ബാക്കി എത്ര ഉണ്ട്? ആ ബാക്കി വന്നിരിക്കുന്ന വാട്ടർമെലൻസിൻ്റെ നമ്പറാണ് 495. ഞാൻ നിങ്ങളെ കുറച്ചുകൂടി ഈസി ആയിട്ട് പറഞ്ഞുതരാം. നോക്കിക്കോ, ഇനിഷ്യലി സപ്പോസ് ആ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 100 വാട്ടർമെലൺ ഉണ്ടാകുന്ന വിചാരിക്കുക. അതിൽ നിന്ന് എന്ത് സംഭവിച്ചു? 45% പുള്ളിക്കാരൻ എന്ത് ചെയ്തു? വിറ്റു. 45% എന്ത് വാട്ടർമെലൺ എന്ത് ചെയ്തു? സെല്ല് ചെയ്തു. ബാക്കി എത്ര ഉണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ? 55% അല്ലേ ഉള്ളൂ. ബാക്കി എത്ര ഉണ്ട്? 55% ഉള്ളൂ. അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂ, ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർമെലൻസ് എത്ര അയാളുടെ കയ്യിലുള്ളത്? 495 അല്ലേ. പെർസെൻറ്റേജിൽ എത്ര വന്നിരിക്കുന്നത്? 55% അല്ലേ. സോ നമുക്ക് എഴുതിക്കൂടെ? 55%ൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്ന ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർമെലൻസ്. എത്ര തന്നിരിക്കുന്നത്? 495 അല്ലേ. അങ്ങനെയെങ്കിൽ 1%ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചോടെ. എന്തുകൊണ്ടാണ് 1%ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് ഈസി അല്ലേ 100% കണ്ടുപിടിക്കാം? നോക്കാം. 1%ൻ്റെ വാല്യൂ എത്ര വരും? 495 ഡിവൈഡഡ് ബൈ 55 ചെയ്താൽ പോരെ. ഈ രണ്ട് നമ്പേഴ്സും 11 കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞൂടെ? എങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞൂടെ? 15, 11, 5 എത്ര? 55 അല്ലേ. സോ 5 ടൈംസ് ആണ്. 11 എത്ര ടൈംസാണ്? 4 ടൈംസ് ആണ്. ബാക്കി 5 അല്ലേ ഉള്ളൂ. സോ 5 ടൈംസ് ആണ്. ഒന്നിൻ്റെ വാല്യൂ എത്ര വരും? കണ്ടുപിടിച്ചൂടെ? എത്ര ടൈംസാണ്? 9 ടൈംസ് അല്ലേ. സോ 100% അല്ലേ നമുക്ക് ഇനിഷ്യലി ഉള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹൗ മെനി വാട്ടർമെലൺസ് ഹി ഒറിജിനലി ഹാഡ്. ഇനിഷ്യലി എത്ര ആയിരുന്നു? 100% അല്ലായിരുന്നു ഇനിഷ്യലി അയാളുടെ കയ്യിലുള്ളത്. അപ്പം 100%ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചോടെ. എത്ര ആയിരിക്കും? 9 × 100 ചെയ്താൽ പോരെ. എത്ര വരും? 900 ആയിരുന്നു ഒറിജിനലി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വാട്ടർമെലൻസിൻ്റെ എണ്ണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. എളുപ്പമല്ലേ നമുക്കിത് കണ്ടുപിടിക്കാൻ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനിഷ്യലി 100 നമ്മൾ അസ്യൂം ചെയ്തു. അതിൽ നിന്ന് 45% പുള്ളി വിറ്റുപോയി. അപ്പോൾ ബാക്കി നമ്മുടെ കയ്യിൽ 55 അല്ലേ ഉള്ളൂ. 100ൽ നിന്ന് 45 മൈനസ് ചെയ്താൽ ബാക്കി എത്ര ഉള്ളൂ? 55 ഉള്ളൂ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ക്വാണ്ടിറ്റിയിൽ 495 വാട്ടർമെലൻസ് പുള്ളിക്കാരുടെ കയ്യിലുണ്ട്. പെർസെൻറ്റേജിൽ എത്ര? 55% അല്ലേ. രണ്ട് പേരും പറഞ്ഞ ഒരേ കാര്യമല്ലേ. അപ്പോൾ നമുക്ക് രണ്ടുപേരും ഇക്വേറ്റ് ചെയ്തൂടെ? അതിൽ നിന്ന് പെർസെൻറ്റേജിനെ ആക്ച്വൽ വാല്യൂനെ കണക്ട് ചെയ്ത് 1%ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിൽ 100%ൻ്റെ വാല്യൂ എത്ര? 900 ആണല്ലോ. ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. സോ നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടി. എത്ര? ഓപ്ഷൻ എ 900. എല്ലാവർക്കും ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. 27% ഓഫ് എ നമ്പർ exceeds 30% of the number by 56. What is the value of that number? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 27% ഓഫ് എ നമ്പർ എക്സീഡ്സ് 13% ഓഫ് ദ സെയിം നമ്പർ. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നമ്പർ ഉണ്ട്. സപ്പോസ് ആ നമ്പറിനെ ഞാൻ എക്സ് ആയിട്ട് അസ്യൂം ചെയ്തു. ഞാൻ ഇതിനെ ബേസിക് ഫോമിൽ കാണിച്ചു തരാം. ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിനെ ഞാൻ എക്സ് ആയിട്ട് അസ്യൂം ചെയ്തു. അപ്പോൾ ഞാൻ പറയാണ് 27% ഓഫ് എക്സ് എത്ര ആയിരിക്കും? 27 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എക്സ് ആണല്ലോ. ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനി 13% ഓഫ് ദ നമ്പർ ഉണ്ടല്ലോ. 30% ഓഫ് ദ നമ്പറിനെ എങ്ങനെ എഴുതാം? 13% ഓഫ് അല്ലെങ്കിൽ 13 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എക്സ് എന്ന് എഴുതി കൂടെ? നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? 27% ഓഫ് എ നമ്പർ എക്സീഡ്സ് 13% ഓഫ് എ നമ്പർ ബൈ 56 എന്നല്ലേ? അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 27% അല്ലെങ്കിൽ 27 ഇൻറ്റു എക്സ്. അതെന്ത് ചെയ്തു? 13% ഓഫ് ദ സെയിം നമ്പറിനെക്കാട്ടിൽ എത്ര കൂടുതലെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 56 കൂടുതലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പെർസെൻറ്റേജ് വാല്യൂകളെല്ലാം ഒരു സൈഡിലോട്ട് ആക്കിക്കൂടെ? പറഞ്ഞോ. 27% ഓഫ് എക്സ് അല്ലെങ്കിൽ 27% ഓഫ് എക്സ് മൈനസ് 13% ഓഫ് എക്സ് എന്ന് എഴുതിക്കൂടെ? ഈസിക്കൽ എത്ര വരും? 56 വരും. ഇതിൽ നിന്ന് എക്സ് കോമൺ എടുക്കാമല്ലോ. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണ്? ഇത് ചിലപ്പോൾ ആദ്യമായിട്ട് ഒരു ഗ്രാജുവേറ്റ് കഴിഞ്ഞ ഒരാളാണ് ഇത് കാണുന്നതെങ്കിൽ അവർക്ക് കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ ഞാൻ ഡയറക്റ്റ് കയറി 27 - 13 14 എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അവർ ചിലപ്പം
സ്ട്രഗിൾ ചെയ്യും. സോ അങ്ങനെയുള്ള ആൾക്കാർക്കും കൂടെ വേണ്ടിയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കും കൂടെ ഈ സ്റ്റെപ്സ് മനസ്സിലാവണം. പിന്നെ അവരെന്ത് ചെയ്യും, ഇതൊക്കെ ചെയ്ത് നിങ്ങളുടെ കൂടെ ഒക്കെ എത്തും അല്ലേ, നമ്മുടെ ആ ഒരു പ്രോ ലെവൽ എത്തത്തില്ലേ, അതുവരെ നമ്മൾ എന്ത് ചെയ്യുക, അവരെ ഒരു കൈ പിടിച്ച് അവരെയും കൂടെ നമ്മുടെ കൂടെ എത്തിക്കുക. അതല്ലേ നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ എന്ത് വരും, ഇതിൽ നിന്ന് എക്സ് കോമൺ എടുത്തൂടെ, എക്സ് കോമൺ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, 27% മൈനസ് 13% എന്ന് വരത്തില്ലേ, എത്ര വരും അതിൻ്റെ വാല്യൂ, 56 എന്ന് വരത്തില്ലേ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കിട്ടി, എക്സ് ഇൻറ്റു 27 മൈനസ് 13 എത്ര, 14% അല്ലേ, അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 56 എന്ന് കിട്ടി. സോ എക്സ് അല്ലേ നമ്മുടെ ഇനിഷ്യൽ വാല്യൂ, എത്ര ആയിരിക്കും എക്സിൻ്റെ വാല്യൂ, 56 ഡിവൈഡഡ് ബൈ 14% എന്ന് കിട്ടത്തില്ലേ. 14 നമുക്കറിയാം, 14 4 എത്ര, 56 അല്ലേ, 14 4 56 അല്ലേ. സോ 4 ഡിവൈഡഡ് ബൈ, ഇവിടെ ഒരു പെർസെൻറ്റേജ് അല്ലേ, പെർസെൻറ്റേജിനെ മാറ്റി ഡിവൈഡഡ് ബൈ 100 വരണമല്ലോ. സോ അതെന്ത് ചെയ്യും, മോളിൽ പോകത്തില്ലേ. സോ എന്തായി മാറി, അല്ലെങ്കിൽ നമുക്ക് നോക്കാം, 1/100 ബാക്കിയില്ലേ. സോ ഇതിൻ്റെ വാല്യൂ എത്ര വരും, 400 എന്ന് നമുക്ക് കിട്ടി. ഇതാണ് നമ്മുടെ ഇനിഷ്യൽ വാല്യൂ. ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും, ഇതാണ് നമ്മുടെ ഓപ്ഷൻ. സോ ഇതാണ് ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആ പറഞ്ഞ കാര്യത്തിനെ നമ്മൾ അതുപോലെ എന്ത് ചെയ്തു, ആ എക്സ് ഇട്ട് അതിൻ്റെ 27% കണ്ടുപിടിച്ചു, ആ എക്സ് ഇട്ടിട്ട് എക്സിൻ്റെ 13% കണ്ടുപിടിച്ചു. അവർ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ 27% ഓഫ് ദാറ്റ് എക്സ് എന്ന് പറയുന്നത് 13% ഓഫ് എക്സിനെക്കാട്ടിലും 56 കൂടുതലെന്ന് പറഞ്ഞു. അതിനെ കണക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, എക്സിൻ്റെ വാല്യൂ കിട്ടി. എത്ര കിട്ടി, 400 കിട്ടിയില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ 1/100 ഇവിടെ വന്നതെന്ന്. അതിൻ്റെ റീസൺ എന്താ, 14% ആണ്. അതിനെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വന്നു, 14 ഡിവൈഡഡ് ബൈ 100 വന്നു. ഞാൻ ഓൾറെഡി എന്ത് ചെയ്തു, ഈ 14നെയും 56നെയും കട്ട് ചെയ്ത് 4 ആക്കി മാറ്റി. ബാക്കി എന്തുണ്ട്, ഒരു 1/100 ആ ഡിനോമിനേറ്ററിലില്ലേ. അപ്പോൾ ഡിനോമിനേറ്ററിലെ 1/100നെ നമ്മൾ എന്ത് ചെയ്യണം, നേരെ റിവേഴ്സ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര വരും, 400 വരത്തില്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാ, എ ആണ്. പക്ഷേ ഇത്രയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ, നമുക്ക് ഇത്രയും ചെയ്ത് സമയം കളയേണ്ട ആവശ്യമുണ്ടോ, ഒരിക്കലുമില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നിങ്ങളെ ഒരു പുതിയൊരു കൺസെപ്റ്റ് പഠിപ്പിച്ചു തരാം. നോക്കാം ആ കൺസെപ്റ്റ് എന്താന്ന്. ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വാല്യൂ. അതായത് നമ്മൾ ഒരേ വസ്തുവിനെ അല്ലെങ്കിൽ ഒരേ നമ്പറിനെ അല്ലെങ്കിൽ ഒരേ ഒരു തിങ്ങിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ആണ് പറയുന്നതെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്തുണ്ട്, ഒരു ചേഞ്ച് ഇൻ വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണും. അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്ന് പറഞ്ഞാൽ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. എന്താ പറയുന്നത്, നമുക്കൊരു പെന്നോ പേപ്പറോ ഒന്നും വേണ്ട, അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ കണ്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, അതിനൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കിക്കോ, the difference between the value of the number increased by 32% and the value of the number decreased by 28%. അപ്പോൾ അവർ തന്നിരിക്കുന്ന ആ രണ്ട് നമ്പേഴ്സിൻ്റെ ആ ചേഞ്ചിൻ്റെ ഡിഫറൻസിൻ്റെ ആ വാല്യൂ തന്നിരിക്കുന്നത് 180 നമുക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ നമ്പർ. നമ്മൾ നേരത്തെ ചെയ്തില്ലേ ആ സെയിം കൺസെപ്റ്റ്. നോക്കിക്കോ, എന്താ പറഞ്ഞിരിക്കുന്നത്, ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് ദ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 32% ആൻഡ് വാല്യൂ ഓഫ് ദ നമ്പർ ഡിക്രീസ്ഡ് ബൈ 28%, 180 എന്നല്ലേ. സപ്പോസ് ആ നമ്പർ എക്സ് ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ 32% എത്ര ആയിരിക്കും, എക്സ് ഇൻറ്റു 32% അല്ലേ. അതിൻ്റെയും എക്സിൻ്റെ അല്ലെങ്കിൽ ആ ഇനിഷ്യൽ വാല്യൂവിൻ്റെ 28%ൻ്റെ ഡിഫറൻസിൻ്റെ വാല്യൂ അല്ലേ നമുക്ക് തന്നിരിക്കുന്നത് എത്ര, 180 തന്നിരിക്കുന്നത്. സോറി, അവിടെ ഒരു കറക്ഷൻ ഉണ്ട്. നമുക്കിവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ജസ്റ്റ് 32% അല്ല അല്ലേ, ആ നമ്പർ എന്ത് ചെയ്തു, ഇൻക്രീസ്ഡ് ബൈ 32% എന്നല്ലേ. ക്വസ്റ്റ്യൻ വായിച്ചാലും മിസ്റ്റേക്ക് അല്ലേ. അപ്പോൾ ഈ മിസ്റ്റേക്ക് എനിക്കും വരാം നിങ്ങൾക്കും വരാം. എങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യും, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് വായിക്കുക. എന്തുകൊണ്ടത്, ഞാനിപ്പോൾ തന്നെ എടുത്തു 32% എന്ന് എടുത്തു, 28% എന്ന് എടുത്തു. ഇങ്ങനെ ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു വാല്യൂ കാണും. നമ്മുടെ എക്സാമിനർ എന്ത് ചെയ്യും, ആ നമുക്ക് കിട്ടിയിരിക്കുന്ന അതേ വാല്യൂ ആയിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ. നമ്മൾ സന്തോഷത്തോടു കൂടി എന്ത് ചെയ്യും, മൗസ് എടുക്കും, അത് ക്ലിക്ക് ചെയ്യും. എനിക്ക് സന്തോഷമായില്ലേ, കാര്യം എന്താ, എനിക്ക് ഫസ്റ്റ് ആൻസർ കിട്ടിയില്ലേ. നമ്മൾ ഇൻക്രീസ്ഡ് ബൈ 32%-ന് പകരം നമ്മൾ എന്താ വായിച്ചത്, 32% എന്ന് പറയും. അപ്പോൾ അവിടെ മിസ്റ്റേക്ക് വന്നില്ലേ. സോ അങ്ങനെ വരരുത്, ക്വസ്റ്റ്യൻ നല്ല ക്ലിയർ ആയിട്ട് വായിക്കാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 32%. ഇനിഷ്യലി ആ നമ്പർ എന്ന് പറയുന്നത് എക്സ് ആണെന്ന് വിചാരിക്കുക. 32% ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് വരും, എക്സ് ഇൻറ്റു പറഞ്ഞേ 132% അല്ലേ. ഇതല്ലേ 32% ഇൻക്രീസ് ആകുമ്പം കഴിഞ്ഞ ക്ലാസ്സിൽ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ പറഞ്ഞു തന്നു, അതുപോലെ റേഷ്യോ വെച്ചിട്ട് പറഞ്ഞു തന്നു എന്താണ് ഫൈനൽ വാല്യൂ. ഇപ്പോൾ ഇൻക്രീസ് ഓർ ഡിക്രീസ് വന്നാൽ എങ്ങനെ കണ്ടുപിടിക്കാം, അതിൻ്റെ ആപ്ലിക്കേഷൻ ആണല്ലോ. അത് മനസ്സിലാകാത്ത അല്ലെങ്കിൽ ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവർ മസ്റ്റായിട്ടും ആ ക്ലാസ്സും കൂടെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരും, കാര്യം നല്ല ഡെപ്തിലാണ് ഞാൻ എടുത്തു തന്നത്. ഓക്കെ ആണല്ലോ. ഇനി എന്ത് സംഭവിച്ചു, ഇതേ നമ്പർ 28% ഡിക്രീസ് ചെയ്തു. അപ്പോൾ 28% ഡിക്രീസ് ചെയ്ത ബാക്കി എത്ര ഉണ്ട്, 100 അല്ലായിരുന്നു. അതിൽ നിന്ന് 28 പോയി, ബാക്കി എത്ര ഉണ്ട്, 72% അല്ലേ നമുക്ക് ബാക്കിയുള്ളൂ. കറക്റ്റ് അല്ലേ. 100 -
28 ചെയ്ത് കാണിക്കണോ? 10 8 പോയി 2 അല്ലേ, 9 2 പോയി 7 അല്ലേ, അപ്പോൾ 72% അല്ലേ ബാക്കിയുള്ളത്. അങ്ങനെയെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 180 തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം? ഒരു എക്സ് കോമൺ എടുത്തൂടെ? ബാക്കി എന്ത് വരും? 132 മൈനസ് 72 അല്ലേ വരുന്നത്. അതിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 180 കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 132 72 മൈനസ് ചെയ്ത് എത്ര വരും? ഒരു 0 വരും. 13 7 പോയി എത്ര വരും? 6 വരത്തില്ലേ? അതായത് എക്സിൻ്റെ വാല്യൂ എക്സ് ഇൻറ്റു 60ൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 180. അങ്ങനെയെങ്കിൽ ഇവിടെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ഇത് ഈക്വൽ ആണോ? ഈക്വൽ അല്ല, നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. എക്സ് ഇൻറ്റു 60യുടെ വാല്യൂ ആണ് 180. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഇവിടെ എത്ര കിട്ടി? 3 നമുക്ക് കിട്ടിയില്ലേ? എക്സിൻ്റെ വാല്യൂ 3 കിട്ടിയില്ലേ? നമ്മൾ ഇനിഷ്യൽ വാല്യൂ ആണ് എക്സ് അല്ല, എക്സിൻ്റെ വാല്യൂ 3 കിട്ടി. അങ്ങനെയെങ്കിൽ സപ്പോസ് ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 100% ആണെങ്കിലോ? നമ്മളിവിടെ പെർസെൻറ്റേജ് അല്ലേ എടുത്തത്. ഇനിഷ്യൽ വാല്യൂ എന്നത് പറഞ്ഞത് 100% ആണെങ്കിലോ നമുക്ക് ടോട്ടൽ എത്ര ആയിരിക്കും? നമ്മുടെ ഇനിഷ്യൽ വാല്യൂ അല്ലേ, അല്ലെങ്കിൽ ഒറിജിനൽ നമ്പർ അല്ലേ കണ്ടുപിടിക്കണ്ടേ? സോ എത്ര വരണം? ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 100% ആണ്. 1%ൻ്റെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇനിഷ്യൽ വാല്യൂ 100% ആണ്, എത്ര വരണം? 300 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വളരെ ഈസി ആയിട്ട് കിട്ടിയില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ ഇതിലൂടെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. എന്താണെന്നറിയോ? നോക്കിക്കോ, ഇവിടെ ഒരു പെർസെൻറ്റേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ 60% ആണ്. 60% വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 100 എന്ന് കിട്ടും. 300 എന്ന് കിട്ടും. അതല്ല നിങ്ങൾക്ക് ഇപ്പം 100 ഇട്ടാ ചെയ്യുന്നെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുന്നത്? 3 എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 100%ൻ്റെ വാല്യൂയിലോട്ട് 300 എന്ന് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചേ. ഈ ഒരു പാർട്ട്, അതായത് എക്സ് ഇൻറ്റു 132 മൈനസ് 72%, വേണമെങ്കിൽ ഇൻഡിവിജ്വൽ 72% എന്ന് ഞാൻ എടുത്തു. അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? 180 തന്നിരിക്കുന്നത്. ഇതെന്താ തന്നിരിക്കുന്നത്? 132% മൈനസ് 72% എന്നല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ വാല്യൂ? ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് വാല്യൂ അല്ലേ? നമുക്ക് തന്നിരിക്കുന്നത് എന്താ? അവർ തമ്മിലുള്ള ഡിഫറൻസ്. ദ ഡിഫറൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ, ആ ഇൻക്രീസ്ഡിൻ്റെയും ഡിക്രീസ്ഡിൻ്റെയും ഡിഫറൻസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വാല്യൂ നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 180 അല്ലേ? ഇതെന്താ? ചേഞ്ച് ഇൻ വാല്യൂ അല്ലേ? ചേഞ്ച് ഇൻ വാല്യൂ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പം ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട്, ചേഞ്ച് ഇൻ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ചെയ്തുകൂടെ? ഇത്രയും കാൽക്കുലേഷൻ ചെയ്യണോ? സോ ഞാൻ അതിനെ ഒരു ഫിഗർ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പടം അല്ലെങ്കിൽ ഒരു ഫിഗർ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കിക്കോ. സപ്പോസ് ഇതാണ് നമ്മുടെ ഒറിജിനൽ വാല്യൂ എന്ന് വിചാരിക്കുക. ഒരു ലൈൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഒറിജിനൽ വാല്യൂ. ഇതാണ് നമ്മളുടെ ഒറിജിനൽ വാല്യൂ. എന്ത് സംഭവിച്ചു? ഫസ്റ്റ് ആ നമ്പർ 32% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ലൈനിൻ്റെ റൈറ്റ് സൈഡ് എപ്പോഴും നമ്മൾ പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും എടുക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസ്, പ്രോഫിറ്റ്, അതേപോലെ പാസ്സായി, അങ്ങനെയുള്ള കേസുകളെല്ലാം നമുക്ക് ഇവിടെ എടുക്കാം. ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് എടുക്കാം. അപ്പോൾ ഈ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലെല്ലാം നമ്മൾ നെഗറ്റീവ് വാല്യൂസ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് എന്തൊക്കെ എടുക്കാം? ലോസ് ഉണ്ടായി, ഫെയിലായി. സോ ഈ കാര്യങ്ങളൊക്കെ എന്താ? നെഗറ്റീവ് വാല്യൂസ് അല്ലേ? അതിനെല്ലാം നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കാം. നോക്കിക്കോ, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഫസ്റ്റിലെ അല്ലെങ്കിൽ ആദ്യമായിട്ട് ആ നമ്പർ എന്ത് ചെയ്തു? ഒരു 32% ഇൻക്രീസ് ആയി. അപ്പോൾ എന്ത് സംഭവിച്ചു? 32%ൻ്റെ ഒരു ഇൻക്രിമെൻ്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഇൻക്രീസ് ഉണ്ടായി. അതെന്താ? +32 ആണല്ലോ. അതേപോലെ എന്ത് ചെയ്തു? അതേ നമ്പർ എന്ത് ചെയ്തു? ഒരു 28% ഡിക്രീസ് ആയില്ലേ? അത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 28% ഡിക്രീസ് ആയി. സോ അതിനെ നമുക്ക് -28 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അവരുടെ ഓവറോൾ ഡിഫറൻസ് നമുക്ക് തന്നിട്ടില്ലേ? എത്ര തന്നിരിക്കുന്നത്? 180 എന്ന് നമുക്ക് വാല്യൂവിൽ തന്നിട്ടുണ്ടല്ലേ? അവർ തമ്മിലുള്ള ഡിഫറൻസ് 180 തന്നിട്ടില്ലേ? നമുക്ക് നോക്കിക്കൂടെ? എന്താ ഞാൻ പറഞ്ഞു തന്നെ? ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് എത്ര? ഇവർ തമ്മിലുള്ള ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വാല്യൂ. എങ്ങനെ കണ്ടുപിടിക്കാം? ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? 32% മൈനസ് ഓഫ് 28% എന്ന് എടുക്കണം. എങ്ങനെ? 32% മൈനസ് ഓഫ് 28%ൻ്റെ വാല്യൂ ആണ് ചേഞ്ച് ഇൻ വാല്യൂ. എത്ര? അവർ തമ്മിലുള്ള ഡിഫറൻസ് തന്നിട്ടില്ല. എത്ര? 180 ആണ്. അങ്ങനെയെങ്കിൽ 32 മൈനസ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായി മാറും? മൈനസ് ഇൻറ്റു മൈനസ് എന്തായും പ്ലസ് ആകത്തില്ല. അതിൻ്റെ അർത്ഥം എന്താ? 32 + 28ൻ്റെ വാല്യൂ നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 180 തന്നിട്ടില്ലേ? 32 + 28 എത്ര? 60ൻ്റെ വാല്യൂ ആണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? അല്ലെങ്കിൽ 60% ആണ് കേട്ടോ. ഇവിടെ എല്ലാം പെർസെൻറ്റേജ് ഉണ്ട്. 60%ൻ്റെ വാല്യൂ നമുക്ക് എത്ര തന്നിരിക്കുന്നത്?
180 അല്ലേ? സോ 1%ന്റെ വാല്യൂ നമുക്ക് കിട്ടത്തില്ല. അതല്ലേ ഞാൻ മറ്റേതിൽ കാണിച്ചു തന്നെ. നമ്മൾ എക്സ് ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. നമുക്ക് 100% കൺവേർട്ട് ചെയ്താൽ മതി, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 1%ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 3 കിട്ടി. സോ നമുക്ക് 100% അല്ലേ നമ്മുടെ ഇനിഷ്യൽ വാല്യൂ. ഒറിജിനൽ വാല്യൂ ഓൾവേസ് നമ്മൾ എത്രയായിട്ട് അസ്യൂം ചെയ്യണം? 100% ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ 100% ആണല്ലോ ഒറിജിനൽ വാല്യൂ. അത് എത്ര ആയിരിക്കും? 300 നമുക്ക് ആൻസർ കിട്ടും. സോ ഇങ്ങനെയും ചെയ്തുകൂടെ? അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ പറഞ്ഞു പെന്നും വേണ്ട പേപ്പറും വേണ്ട. എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ കണ്ടു 32% ഇൻക്രിമെൻ്റ് ഉണ്ടായി, 28% ഡിക്രീസ് ഉണ്ടായി. അപ്പോൾ എൻ്റെ മനസ്സിൽ വരണം 32 മൈനസ് 28 അല്ല, 32 മൈനസ് അവിടെ ഡിക്രീസ് ആണ്, മൈനസ് ഓഫ് 28 വരണ്ടേ? അപ്പോൾ എത്ര വരും? 32 പ്ലസ് 28 മാറി 60യുടെ വാല്യൂ ആണ് 180. ഇതൊക്കെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും മറ്റേ പറഞ്ഞില്ല, ആയുധം താഴെ വെച്ചിട്ട്, അതായത് നമ്മുടെ പേനയൊക്കെ താഴെ വെച്ചിട്ട് മനസ്സുകൊണ്ട് അല്ലെങ്കിൽ നോക്കി ആൻസർ കണ്ടുപിടിക്കാൻ പറയത്തില്ലേ? അപ്പോൾ അത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ അറിയണമെങ്കിൽ ആദ്യം നമുക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് അറിയണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ പറഞ്ഞിരിക്കുന്ന പോലെ പേനയും പേപ്പറൊക്കെ മാറ്റി വെച്ചിട്ട് നോക്കി ആൻസർ പറയുന്ന രീതിയിലോട്ട് എത്താൻ. അപ്പോൾ ഓക്കെ ആണ്, ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ എങ്ങനെയാണ് ഇതിൽ നിന്ന് ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വാല്യൂ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആ രീതി ചെയ്തുകൂടെ? ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വാല്യൂ എങ്ങനെ ചെയ്യാം? നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ. നോക്കിക്കേ, ഇവിടെ തന്നിട്ടുണ്ട് ഒരു നമ്പർ, അതായത് ഒറിജിനൽ വാല്യൂ. നമ്മൾ എന്ത് ചെയ്തു? ഒറിജിനൽ നമ്പർ അല്ലെങ്കിൽ ഒറിജിനൽ വാല്യൂ ഓഫ് ദാറ്റ് നമ്പറിനെ നമ്മൾ എത്രയായിട്ട് അസ്യൂം ചെയ്തു? 100% ആയിട്ട് അസ്യൂം ചെയ്തു. 27% ഓഫ് എ നമ്പർ എക്സീഡ്സ് ബൈ 30% ഓഫ് ദ നമ്പർ എന്നല്ലേ? നോക്കിക്കോ, രണ്ട് നമ്പർ ഉണ്ട്, 27% ഉണ്ട്, ആ നമ്പറിൻ്റെ 27% ഉണ്ട്, അതേപോലെ ആ നമ്പറിൻ്റെ 30% ഉണ്ട്. അപ്പോൾ ചേഞ്ച് ഇൻ വാല്യൂ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 14% അല്ലേ? അപ്പോൾ നമുക്കറിയാം ഈ 14%ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര എക്സീഡ് ചെയ്തിരിക്കുന്നത്, എത്ര അധികമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേഞ്ച് ഇൻ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 56 അല്ലേ? സോ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് എത്ര? 54% അല്ലേ? അപ്പോൾ ചേഞ്ച് ഇൻ വാല്യൂ എത്ര? 56 അല്ലേ? അങ്ങനെയെങ്കിൽ 1%ന്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് എത്ര കിട്ടും? 4 എന്ന് കിട്ടത്തില്ലേ? നമുക്ക് ഒറിജിനൽ വാല്യൂ എത്ര? 100% അല്ലേ? അങ്ങനെയെങ്കിൽ 100%ന്റെ വാല്യൂ എത്ര ആയിരിക്കും? 400 ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത്രയും സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞ ടൈപ്പിൽ കാണിച്ചു തന്ന പോലെ ഈ ഒരു പേജ് നിറയെ സ്റ്റെപ്പ് എഴുതി ചെയ്യണോ? ഡയറക്റ്റ് കിട്ടത്തില്ലേ? സോ ഇതാണ് ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വാല്യൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്നത്, അതായത് പാസിംഗ് മാർക്ക്. അപ്പോൾ ഇതറിയാമെങ്കിൽ പാസിംഗ് മാർക്കിൻ്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും, അതായത് നമ്മുടെ ഒരു എക്സാം എഴുതി അതിൽ എന്താ പറയുക, ശശി എന്ന് പറഞ്ഞ ഒരാൾ പാസ്സായി, ഇത്ര പെർസെൻറ്റേജിന് പാസ്സായി, അതുപോലെ തന്നെ മറ്റേ ആൾ സുരേഷ് എന്ന് പറഞ്ഞ ഒരാൾ ഫെയിലായി, ഇത്ര പെർസെൻറ്റേജിന് മാർക്ക് ഫെയിലായി. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പാസിംഗ് മാർക്ക് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ് ആ ഒരു ടെസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു എക്സാമിൻ്റെ ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഈ കൺസെപ്റ്റ് ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു എന്താ പറയുക ഒരു കഥാപ്രസംഗം നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായല്ലോ. അപ്പം നമുക്ക് അങ്ങനെയെങ്കിൽ ധൈര്യമായിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം? പാസിംഗ് മാർക്കിലോട്ട് പോകാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ടാക്കി വെക്കുക, നല്ല രീതിയിൽ എഴുതുക. ഇനി എന്താ പറഞ്ഞേ, നമുക്ക് സമയമില്ല അല്ലേ? എല്ലാ കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങൾ ഇനി ഓരോരോ ക്ലാസ് വരും തോറും കൺസെപ്റ്റ് കൂടും. നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ എന്താ പറയുക പേജസ് മാറിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ തീർന്നുകൊണ്ടിരിക്കും. കാര്യം അതുപോലെ ക്വസ്റ്റ്യൻസും അതുപോലെ കൺസെപ്റ്റും വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ എഴുതുക. അവസാന നിമിഷത്തേക്ക് ഒരിക്കലും റിവിഷൻ വെക്കരുത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ കൺസെപ്റ്റും പഠിക്കുമ്പോൾ നിങ്ങളെക്കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെയൊക്കെ PDF ഫോർമാറ്റുകൾ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ PDFs പ്രാക്ടീസ് PDF ഒക്കെ കിട്ടും. അതൊക്കെ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓരോ കൺസെപ്റ്റും പഠിച്ചിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ പഠിച്ച കൺസെപ്റ്റ് കുറേയും കൂടെ നിങ്ങൾക്ക് സ്ട്രോങ് ആവും. നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നതല്ലേ അത് കുറച്ചുകൂടെ നമുക്കൊരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കുമ്പം നമുക്കൊരു ബാറ്റും ബോളും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീട്ടിൽ ഇരുന്ന് ചുമ്മാ ഭിത്തിയിലോട്ട് ബോൾ എറിയും, അതിൻ്റെ ബൗൺസിൽ നമ്മൾ എന്ത് ചെയ്യും? അടിച്ച് അങ്ങനെ ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഓക്കെ കവർ ഡ്രൈവ്, സ്ട്രെയിറ്റ് ഡ്രൈവ് ഒക്കെ നമ്മൾ അവിടെ പൊളിയായിരിക്കും. നമ്മൾ നല്ല രീതിയിലൊക്കെ അതൊക്കെ ആ ഒരു എന്താ പറയുക ആ ഒരു ഓരോ ഡ്രൈവ് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യും. പക്ഷേ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും? നമുക്ക് ആക്ച്വലി ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് മാച്ചിന് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹം വരും. അപ്പോൾ നമ്മുടെ മനസ്സിലെന്താണ്? അത് അവിടെ പോയി കളിച്ചാലേ നടക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ പഠിച്ച കൺസെപ്റ്റ് ആക്ച്വലി നമ്മൾ എന്തിനാണ് പഠിച്ചെന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ കഴിഞ്ഞ പഠിച്ച ആ ചേഞ്ച് ഇൻ പെർസെൻറ്റേജിൻ്റെ ആക്ച്വൽ ആപ്ലിക്കേഷൻ ആണ് ഇവിടെ. തുടങ്ങാം. ക്വസ്റ്റ്യൻ വായിച്ചൂടെ എല്ലാവർക്കും? ഈ സ്റ്റുഡൻറ് ഗോട്ട് 30% മാർക്സ് ആൻഡ് ഫെയിൽഡ് ബൈ 13 മാർക്സ് ആൻഡ് അനദർ സ്റ്റുഡൻറ് ഗോട്ട് 44% മാർക്സ് ആൻഡ് ഗെറ്റ്സ് 15 മോർ ദാൻ ദി പാസിംഗ് മാർക്ക്. ഫൈൻഡ് ദ മാക്സിമം മാർക്ക് ഇൻ ദ സർട്ടൻ എക്സാമിനേഷൻ. അതായത് ആ എക്സാമിനേഷൻ്റെ
ടോട്ടൽ മാർക്ക് എത്ര മാർക്കിനായിരുന്നു കണ്ടുപിടിക്കാം. നോക്കിക്കോ, ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, അയാൾക്ക് 30% മാർക്ക് കിട്ടി, എന്നിട്ട് എന്ത് ചെയ്തു 13 മാർക്കിന് ഫെയിലായി. അപ്പം നമുക്കതിനെ ഒരു പിക്ചോറിയൽ അല്ലെങ്കിൽ ഒരു പടം വരച്ച് അല്ലെങ്കിൽ അതിനെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു ഫിഗർ വെച്ചിട്ട് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലിയർ ആവും. നോക്കിക്കോ, ഇതാണ് നമ്മുടെ മാക്സിമം മാർക്ക്. നമ്മൾ അവിടെ എന്തായിരുന്നു പറഞ്ഞിരിക്കുന്നത്, ഒറിജിനൽ വാല്യൂ. ഇവിടെ എന്താ മാക്സിമം മാർക്ക്. മാക്സിമം മാർക്ക് മാക്സിമം മാർക്ക് അല്ലെങ്കിൽ ടോട്ടൽ മാർക്ക് എന്ന് നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യും. സോറി ഒരു മിസ്റ്റേക്ക് ഉണ്ടേ, മാക്സിമം മാർക്കല്ല, ഇതാണ് നമ്മുടെ പാസിംഗ് മാർക്ക്. അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഒരു എക്സാമിന് ടോട്ടൽ മാർക്ക് ഉണ്ടല്ലോ, സോ ഈ ടോട്ടൽ മാർക്കിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ടോട്ടൽ മാർക്ക് അല്ലെങ്കിൽ മാക്സിമം മാർക്കിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓൾവേസ് എത്ര ആയിരിക്കും, 100% ആയിരിക്കും അല്ലേ. ഏതൊരു എക്സാമിൻ്റെ ടോട്ടൽ മാർക്ക് നമ്മൾ എപ്പോഴും അസ്യൂം ചെയ്യുന്നത് എന്താ, 100% അല്ലേ. +2ൻ്റെ മാർക്ക് സബ്ജക്റ്റ് വൈസ് പെർസെൻറ്റേജ് എടുത്താൽ എന്താ, ടോട്ടൽ മാർക്കിനെ 100% ആയിട്ട് അസ്യൂം ചെയ്തിട്ടല്ലേ നമ്മൾ മാർക്ക് എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ തന്നിരിക്കുന്ന ലൈൻ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ഒരു പാർട്ടീഷനാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞത്, പാസിംഗ് മാർക്ക് എന്ന് പറഞ്ഞത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഇല്ലല്ലോ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ലൈനിൻ്റെ റൈറ്റ് സൈഡ് ഞാൻ പറഞ്ഞു പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. സോ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ എല്ലാവരും എന്തെഴുതാം, പാസ് ആയിരിക്കും. ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം പാസ് ആയിരിക്കും. അതേപോലെ ഈ ലൈനിൻ്റെ അല്ലെങ്കിൽ ഈ പാസിംഗ് മാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരിൽ എന്തായിരിക്കും, ഫെയിൽ ആയിരിക്കും. ഞാൻ പറഞ്ഞു തന്നില്ലേ, റൈറ്റ് സൈഡിൽ പോസിറ്റീവ് വാല്യൂസ്, ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് വാല്യൂസ്. നോക്കാം, ഈ സ്റ്റുഡൻറ് ഗോട്ട് 30% മാർക്സ് ആൻഡ് ഫെയിൽഡ് ബൈ 13 മാർക്ക്. അപ്പോൾ ഫെയിൽ അല്ലേ, നമുക്ക് അതിനെ എങ്ങോട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, ലെഫ്റ്റ് സൈഡിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു സ്റ്റുഡൻറ്റ് എന്ത് ചെയ്തു, 30% മാർക്ക് വാങ്ങിച്ചു. 30% എന്തിൻ്റെ 30%? 30% ഓഫ് ടോട്ടൽ മാർക്ക്. ടോട്ടൽ മാർക്ക് ഇവിടെ എത്ര, 100 അല്ലേ. അപ്പം 100ൻ്റെ 30% എത്ര, 30% തന്നെയല്ലേ, ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. പക്ഷേ എന്ത് സംഭവിച്ചു, ഫെയിൽഡ് ബൈ 13 മാർക്ക്. എത്ര മാർക്കിനാണ് ഫെയിലായത്, 13 മാർക്കിന് എന്ത് ചെയ്തു, ഫെയിലായിപ്പോയി. ഇനി എന്താ സംഭവിച്ചേ, അനദർ സ്റ്റുഡൻറ് ഗോട്ട് 44% മാർക്ക്. വേറൊരാൾക്ക് എന്ത് സംഭവിച്ചു, 44 മാർക്ക് എന്ത് ചെയ്തു, 44% ഓഫ് ടോട്ടൽ മാർക്ക് വാങ്ങിച്ചു. പക്ഷെ അയാൾക്ക് എന്ത് ചെയ്തു, പാസിംഗ് മാർക്കിനെക്കാട്ടിലും 15 മാർക്ക് കൂടുതൽ കിട്ടി. ഇനി ഇതിൻ്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ, രണ്ട് പേരുടെയും പാസിംഗ് മാർക്ക് കണ്ടുപിടിച്ചിട്ട് അവരെ ഇക്വേറ്റ് ചെയ്യും. അതായത് ഇക്വേറ്റിംഗ് പാസിംഗ് മാർക്ക് ഓഫ് ബോത്ത് സ്റ്റുഡൻസ്. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. 30% ഓഫ് ടോട്ടൽ മാർക്ക് വാങ്ങിച്ചു, അയാൾ 13 മാർക്കിന് എന്ത് ചെയ്ത് ഫെയിലായി. ഇങ്ങനെ നോക്കിക്കൂടെ, ഈ 30% പാസിംഗ് മാർക്ക് വാങ്ങിച്ചതിന് ശേഷം ആ 13 മാർക്കും കൂടെ അയാൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അയാൾ പാസ്സാവത്തില്ലേ. അതിൻ്റെ അർത്ഥം എന്താ, ടോട്ടൽ മാർക്കിൻ്റെ 30% അയാൾ വാങ്ങിച്ചു, അതിൻ്റെ കൂടെ 13 മാർക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ പാസ്സാകും. അപ്പോൾ നമുക്ക് എഴുതിക്കൂടെ, 30% ഓഫ് ടോട്ടൽ മാർക്ക് പ്ലസ് ഈ 13 മാർക്കും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾ എന്തായി മാറിയനെ, പാസിംഗ് മാർക്കല്ലേ കിട്ടുന്നത്, അല്ലെങ്കിൽ പാസ്സായനെ. ഇതാണ് നമ്മുടെ പാസിംഗ് മാർക്ക് എന്ന് പറഞ്ഞത്. ഡൗട്ടൊന്നുമില്ലല്ലോ. അതേപോലെ ഈ കേസിൽ നോക്കിക്കൂടെ, ടോട്ടൽ മാർക്കിൻ്റെ 44% ആര് വാങ്ങിച്ചു, രണ്ടാമത്തെ സ്റ്റുഡൻറ്റ് വാങ്ങിച്ചു. പക്ഷെ അയാൾ എന്ത് ചെയ്തു, 15 മാർക്ക് കൂടുതൽ വാങ്ങിച്ചു. സപ്പോസ് ആ 15 മാർക്ക് അയാൾ വാങ്ങിച്ചില്ലായിരുന്നുവെങ്കിൽ, ആ 15 മാർക്ക് എക്സ്ട്രാ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ അയാൾക്ക് കിട്ടേണ്ട മാർക്ക് എന്തായിരുന്നു, പാസിംഗ് മാർക്കാണല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ പാസിംഗ് മാർക്ക് എത്ര, 44% ഓഫ് ടോട്ടൽ മാർക്ക് കിട്ടി. അതിൽ നിന്നും നമ്മൾ ഈ എക്സ്ട്രാ കിട്ടിയ 15 മാർക്ക് കുറച്ചിരുന്നുവെങ്കിൽ അയാൾക്കും കിട്ടുന്ന പാസിംഗ് മാർക്ക് സെയിം അല്ലേ. രണ്ട് കേസിലും പറയുന്ന സെയിം കാര്യമല്ലേ. സോ നമുക്ക് പാസിംഗ് മാർക്കിനെ ഇക്വേറ്റ് ചെയ്തൂടെ. എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം, 44% മൈനസ് 15 ഈസിക്കൽ ടു 30% പ്ലസ് 13 എഴുതാമല്ലോ, ഡൗട്ടൊന്നുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഈ 44 മൈനസ് 30, അതായത് പെർസെൻറ്റേജ് വാല്യൂസിനെ ഒരു സൈഡിലോട്ട് കൊണ്ടുവന്നൂടെ. എങ്ങനെ കൊണ്ടുവരാം, 44 മൈനസ് 30%ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര വരും, 13 പ്ലസ് 15 എത്ര, 28 വരത്തില്ലേ. ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് എത്ര കിട്ടിയിരിക്കുന്നത്, 14% അല്ലേ. 44 മൈനസ് 30 എത്ര, 14 ആണല്ലോ. സോ 14%ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, 28 എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 1%ൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി, പറഞ്ഞേ. 1%ൻ്റെ വാല്യൂ എത്ര കിട്ടി, 28/14 എത്ര കിട്ടും, 2 കിട്ടത്തില്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, ഫൈൻഡ് ദ മാക്സിമം മാർക്ക് ഓഫ് ദാറ്റ് എക്സാം. ഇപ്പം നമ്മൾ ഈ നടത്തിയിരിക്കുന്ന എക്സാമിൻ്റെ മാക്സിമം മാർക്ക് എത്രയാണ്. അപ്പോൾ എത്ര ആയിരിക്കും, 100% ആണല്ലോ. 100%ൻ്റെ വാല്യൂ എത്ര കിട്ടി, 200 എന്ന് നമുക്ക് ആൻസർ കിട്ടി. എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമുക്ക് കിട്ടത്തില്ലേ. അപ്പം ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 200 മാർക്കിനായിരുന്നു എക്സാം നടത്തിയത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്നോട് ഡൗട്ട് ചോദിക്കത്തില്ലേ, പാസിംഗ് മാർക്ക് എത്ര ആയിരുന്നു, നമുക്ക് പാസിംഗ് മാർക്ക് കണ്ടുപിടിച്ചൂടെ. അപ്പോൾ എങ്ങനെ പാസിംഗ് മാർക്ക് കണ്ടുപിടിക്കുന്നത്, പാസിംഗ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇയാളുടെ കേസിൽ നിന്ന് എടുക്കാം,
അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ കേസിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ കേസിൽ നിന്നാണെങ്കിൽ എങ്ങനെ വരും? 30% ഓഫ് ദി ടോട്ടൽ മാർക്ക്. എത്ര? 200 അല്ലേ? ടോട്ടൽ മാർക്ക് പ്ലസ് അയാൾക്ക് ആ ഫെയിലായ മാർക്ക് അല്ലെങ്കിൽ 13 മാർക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ പാസ്സാകത്തില്ലേ? അപ്പോൾ ആ വേണ്ട മാർക്ക് കൂടെ ആഡ് ചെയ്താൽ കിട്ടത്തില്ലേ? എത്ര വരും? 60 + 13 എത്ര? അല്ലേ 60 അല്ലേ? 60 + 13 ഇവിടെ പാസിംഗ് മാർക്ക് എത്ര? 73 ആണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ കേസ് വെച്ച് നമുക്ക് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിക്കോ. രണ്ടാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ കേസ് ആണെങ്കിൽ രണ്ടാമത്തെ സ്റ്റുഡൻറ്റ് എത്ര മാർക്ക് കിട്ടിയിരിക്കുന്നത്? 44% മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 44% ഓഫ് ടോട്ടൽ മാർക്ക് എത്ര? 200 അല്ലേ? അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 15 മാർക്കും കൂടെ മൈനസ് ചെയ്തിരുന്നെങ്കിൽ അയാൾ പാസിംഗ് മാർക്ക് തന്നെ എത്തത്തില്ലേ? അപ്പോൾ 15 മാർക്കും കൂടെ മൈനസ് ചെയ്താൽ എത്ര കിട്ടും നോക്കാം. 44ൻ്റെ 20% എത്ര വരും? നമുക്ക് നോക്കിക്കൂടെ. 44ൻ്റെ 20% എത്ര? 88 അല്ലേ? സോ 88ൽ നിന്ന് ഈ 15 മൈനസ് ചെയ്താൽ എത്ര വരും? ആൻസർ എത്ര? 78 അല്ലേ ആൻസർ കിട്ടുന്നത്? അപ്പോൾ പാസിംഗ് മാർക്ക് നമുക്ക് കിട്ടിയില്ലേ? 78. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫസ്റ്റ് ആളുടെ കേസിലും 78 അല്ല, സോറി 73 നമുക്ക് വേണ്ടത്. 88ൽ നിന്ന് 15 മൈനസ് ചെയ്ത് 78 ആണോ? അല്ല. എത്ര ആൻസർ വരേണ്ടത്? 73 കിട്ടേണ്ടത്. നോക്ക്, രണ്ട് കേസിലും പാസിംഗ് മാർക്ക് സെയിം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്തത്? പാസിംഗ് മാർക്കുകളെ ഇക്വേറ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പാസിംഗ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലേ? എന്താണ്? രണ്ട് സ്റ്റുഡൻസിൻ്റെ പാസിംഗ് മാർക്കുകൾ കണ്ടുപിടിക്കുക, അവരെ ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലായില്ലേ? എവിടെ നിന്നാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി? നോക്കിക്കേ, ഈ ഒരു പാർട്ട് നോക്കിക്കേ. 44% മൈനസ് 30% എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വാല്യൂ അല്ലേ? സോ നമുക്ക് അത് വെച്ച് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ അത് വെച്ച് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോ. അപ്പോൾ ഈ ഒരു കാര്യം ഞാനിത് ഇറേസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വാല്യൂവിൻ്റെ ആക്ച്വൽ ആപ്ലിക്കേഷൻ നമുക്ക് ഈ പാസിംഗ് മാർക്കിലൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞു തരട്ടെ? നോക്കിക്കോ. സപ്പോസ് ഇതാണ് നമ്മുടെ പാസിംഗ് മാർക്ക് എന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതാണ് നമ്മുടെ പാസിംഗ് മാർക്ക്. ഫസ്റ്റ് സ്റ്റുഡൻറ്റ് എന്ത് ചെയ്തു? ടോട്ടൽ മാർക്കിൻ്റെ എത്ര പെർസെൻറ്റേജ് മാർക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്? 30% മാർക്ക് വാങ്ങിച്ചു അല്ലേ? 30% മാർക്ക് വാങ്ങിച്ചു. അതേപോലെ രണ്ടാമത്തെ പേഴ്സൺ എന്ത് ചെയ്തു? ടോട്ടൽ മാർക്കിൻ്റെ 44% മാർക്ക് വാങ്ങിച്ചു. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഫസ്റ്റ് പേഴ്സൺ എത്ര മാർക്കിനാണ് ഫെയിൽ ആയത്? 13 മാർക്കിനാണ് ഫെയിൽ ആയത്. എത്ര മാർക്കിനാണ് ഫെയിൽ ആയത്? 13 മാർക്കിന് ഫെയിലായി. രണ്ടാമത്തെ പേഴ്സൺ എത്ര മാർക്കിനെ പാസ്സായത്? അല്ലെങ്കിൽ പാസിംഗ് മാർക്കിനെക്കാട്ടിലും എത്ര മാർക്ക് കൂടുതൽ വാങ്ങിച്ചു? 15 മാർക്ക് കൂടുതൽ വാങ്ങിച്ചിട്ടില്ലേ? സോ നമുക്കത് എഴുതിക്കൂടെ? 15 എന്ന് എഴുതിക്കൂടെ? ഡൗട്ട് ഉണ്ടോ? ഇവിടെ 13 മാർക്ക് ഫെയിൽ അല്ലേ? സോ നമുക്ക് ഡിഫറൻസ് -13 കൊടുത്തൂടെ? അങ്ങനെയെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഇവിടെ എത്ര? ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് എത്ര? 44 മൈനസ് 30 എത്ര? 14% ചേഞ്ച് ഇൻ പെർസെൻറ്റേജ്. സോ 14% ആണ് നമ്മുടെ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ചേഞ്ച് ഇൻ വാല്യൂ പറഞ്ഞേ. 15 പാസ് മൈനസ് ഓഫ് എത്ര? ഫെയിൽ അല്ലേ? -13 അല്ലേ? ഈ തന്നിരിക്കുന്ന പാസിംഗ് മാർക്കിനെക്കാട്ടിലും -13 നമുക്ക് എന്തെന്ന് പറഞ്ഞത്? അവിടുത്തെ ചേഞ്ച് ഇൻ വാല്യൂ. സോ 15 മൈനസ് 13 എടുക്കാമല്ലോ. അങ്ങനെയെങ്കിൽ പറഞ്ഞേ, 14%ൻ്റെ വാല്യൂ ആണ് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 15 + 13 28. അങ്ങനെയെങ്കിൽ 1%ൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടത്തില്ലേ? നമുക്ക് ടോട്ടൽ മാർക്കല്ലേ കണ്ടുപിടിക്കേണ്ട? എത്ര? 200 അല്ലേ? അപ്പോൾ ടോട്ടൽ മാർക്ക് നമുക്ക് എത്ര കിട്ടി? 200 മാർക്കിനായിരുന്നു ആ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ അങ്ങനെയെങ്കിൽ ഓപ്ഷൻ ഏതാ ഇവിടെ? ഓപ്ഷൻ പറഞ്ഞേ. ഓപ്ഷൻ എ ആണ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് എങ്ങനെ ബേസിക്കിലൂടെ ചെയ്ത് കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞു തന്നു. അതിൻ്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തന്നു. അതിൽ എങ്ങനെ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വാല്യൂ നമ്മുടെ ആക്ച്വൽ ആപ്ലിക്കേഷൻ രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ, അല്ലെങ്കിൽ എക്സാമിന് എങ്ങനെ അപ്രോച്ച് ചെയ്യാവുന്ന രീതിയിലും കാണിച്ചു തന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്കിനി എന്തെങ്കിലും പേനയോ പേപ്പറോ വേണ്ടോ? ജസ്റ്റ് പേന താഴെ വെക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ വായിക്കുക. ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ 30% മാർക്കിന് ഫെയിലായി, 44% മാർക്കിന് പാസ്സായി. ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് എത്ര? 14 ആണല്ലോ. ഫെയിലായ മാർക്ക് എത്ര? -13 ആണ്. പാസ്സായി അല്ലെങ്കിൽ പാസിംഗ് മാർക്കിനെക്കാട്ടിൽ എക്സ്ട്രാ എത്ര വാങ്ങിച്ചു? 15 ആണ്. അവർ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 15 മൈനസ് ഓഫ് -13 28 കിട്ടിയില്ലേ? 14%ൻ്റെ വാല്യൂ 28 ആണ്. നമുക്കറിയാം 2 ടൈംസ് ആണ്. അങ്ങനെയെങ്കിൽ 100% ആണ് ടോട്ടൽ മാർക്ക്. ഈസി ആയിട്ട് കിട്ടത്തില്ല 200 എന്ന്. എവിടെയെങ്കിലും പേനയോ പേപ്പറോ എന്തെങ്കിലും വേണോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പെർസെൻറ്റേജ്, അല്ലെങ്കിൽ ഇതാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഈ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഈസിക്കൽ ചേഞ്ച് ഇൻ വാല്യൂവിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ അത് പേനയും പേപ്പറും ഒന്നും ഇല്ലാതെ ചെയ്യാമെന്നുള്ള കാര്യം കാണിച്ചു തന്നു. ഓക്കെ ആണല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ലല്ലോ.
അങ്ങനെയെങ്കിൽ നമ്മൾ സക്സസ്ഫുള്ളി ആ ഒരു കൺസെപ്റ്റും പഠിച്ചു. അത് ഏതാ സബ് ടൈപ്പ്? പാസിംഗ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് സബ് ടൈപ്പും പഠിച്ചു അല്ലേ? ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഇസിക്കൽ ചേഞ്ച് ഇൻ വാല്യൂ കവർ ചെയ്തില്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ഒരു സബ് ടോപ്പിക് ആണ്, അല്ലെങ്കിൽ അടുത്തൊരു കൺസെപ്റ്റ് ആണ് എ ഇൻറ്റു ബി, അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ. സത്യം പറഞ്ഞാൽ ഇനി വരുന്ന ഒരുപാട് അരിത്തമെറ്റിക് ടോപ്പിക്സിൽ ഇതിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഏതൊക്കെ ചാപ്റ്റേഴ്സിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് അതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ആദ്യം ഇതിലോട്ട് പോകാം. സപ്പോസ് എ ഇൻറ്റു ബി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ 10ലൊക്കെ പഠിച്ചിട്ടില്ലേ, എന്താണ് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ എയുടെയും ബിയുടെയും തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ എയും ബിയും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? പഠിച്ചിട്ടില്ലേ? എ എന്ന് പറയുന്നത് എന്താണ്? ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു ബി ആയിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. എ എന്ന് പറയുന്നത് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു ബി ആയിരിക്കും. അതല്ല എങ്കിൽ എ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/b ആയിരിക്കും. അത് ശ്രദ്ധിക്കണം. എ എന്ന് പറയുന്നത് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു ബി, അതല്ല എങ്കിൽ എ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/b. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന ടേംസ് ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ച് നോട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇതിൻ്റെ മീനിങ് എന്താ? എ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ബി എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. ഇനി എ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ബി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യണം. സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ചാപ്റ്ററിലുണ്ടെന്ന് അറിയോ? ടൈം ആൻഡ് ഡിസ്റ്റൻസ്, TDS അല്ലേ? ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ്. ഇനി വേറെ ഏതൊക്കെ ചാപ്റ്ററിലാണ് ഉള്ളത്? ടൈം ആൻഡ് വർക്കിലുണ്ട്, അതേപോലെ പാർട്ട്ണർഷിപ്പിലുണ്ട്, പിന്നെ ഏതൊക്കെയാണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റിലുണ്ട്. അങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സിൽ, മെൻസുറേഷൻ, നമ്മുടെ 2D 3D, അങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സിൽ ഈ തന്നിരിക്കുന്ന കൺസെപ്റ്റിൻ്റെ ഒരുപാട് എന്താ പറയുക ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബോട്ട്സ് ആൻഡ് സ്ട്രീംസിലുണ്ട്, പൈപ്പ് ആൻഡ് സിസ്റ്റം, ട്രെയിൻ, അങ്ങനെ എന്തോരം ചാപ്റ്റേഴ്സിലാണല്ലോ ഇതിൻ്റെ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുന്നത്. സോ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് നിങ്ങളെ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോ. ഫോർ എക്സാമ്പിൾ, സപ്പോസ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞത് ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കാം. ഇനി ഇതിൻ്റെ ഈ എ ഇൻറ്റു ബി അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഞാൻ പറഞ്ഞ ഒരു കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഫോർ എക്സാമ്പിൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? സപ്പോസ് നമ്മൾ അങ്ങോട്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും തിരിച്ച് വരാൻ പോകുന്ന ഡിസ്റ്റൻസും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അപ്പോൾ അവിടെ എന്താ? ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് അല്ലേ? സോ ഇതുപോലെയുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് ആവുന്നതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നോക്കിക്കോ. എയും ബിയും കോൺസ്റ്റൻ്റ് ആണ്. ഇനി സപ്പോസ് എ ഈസ് ഇൻക്രീസ്ഡ് ബൈ 25%, ദെൻ ബി ഈസ് ഡിക്രീസ്ഡ് ബൈ വാട്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? എയും ബിയും കോൺസ്റ്റൻ്റ് ആണ്. എ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? 25% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയെങ്കിൽ ബി എത്ര ഡിക്രീസ് ചെയ്യും? നമ്മൾ ഓൾറെഡി പറഞ്ഞു എയും ബിയും കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കണം? എ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബി ആയിരിക്കണം. എ ഇൻക്രീസ് ചെയ്താൽ ബി എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണ്ടേ? നോക്കിക്കോ. നമുക്കിതിൻ്റെ റേഷ്യോയിൽ, അല്ലെങ്കിൽ ഇവരെ റേഷ്യോ മെത്തേഡിൽ ഇതിനകത്തൊരു ട്രിക്ക് ഉണ്ട്. ഇവർ തമ്മിൽ ഒരു പ്രോഡക്റ്റ് ഓഫ് രണ്ട് നമ്പേഴ്സ് കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ റേഷ്യോയിൽ എന്ത് മാറ്റം വരാം? നോക്കിക്കോ. എ എന്ന് പറഞ്ഞ നമ്പർ ആദ്യം എന്ത് ചെയ്തു? ഒരു ഇനിഷ്യൽ വാല്യൂ ഉണ്ട്, ഒരു ഫൈനൽ വാല്യൂ ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യണം. 25%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എത്ര? എല്ലാവർക്കും അറിഞ്ഞൂടെ? 1/4 അല്ലേ? സ്റ്റാൻഡേർഡ് ഫ്രാക്ഷൻ്റെ ടേബിൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നല്ലോ. ആ ടേബിൾ ഞാൻ ആ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ അല്ലേ? സ്റ്റഡി റൂമിൽ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? റിവിഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ 25%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എത്ര? 1/4 അല്ലേ? 25% ഇൻക്രീസ് ചെയ്ത് സംഭവിക്കും. ഇതാണ് നമ്മുടെ ഇനിഷ്യൽ വാല്യൂ, ഇതാണ് നമ്മുടെ ചേഞ്ച് ഇൻ വാല്യൂ. അങ്ങനെയെങ്കിൽ ഫൈനൽ വാല്യൂ എത്ര? 4 ആയിരുന്നു ഇനിഷ്യൽ വാല്യൂ, 1 ഇൻക്രീസ് ചെയ്ത് എന്തായി മാറി? 5 ആയി മാറി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എയും ബിയും കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കണം? ബി എന്ന് പറയുന്നത് എയും ബിയും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ബിയും എയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇൻവേഴ്സ് റിലേഷൻ അല്ലേ? സോ ബിയും എയും തമ്മിലുള്ള റേഷ്യോ ബിയുടെ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ റേഷ്യോ കണ്ടുപിടിക്കുക ഒന്നുമില്ല. ഈ തന്നിരിക്കുന്ന എയുടെ റേഷ്യോ നേരെ എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 5:4 എന്ന് വരും. കാര്യം മനസ്സിലായോ? എന്താ സംഭവിച്ചിരിക്കുന്നത്? എയുടെ റേഷ്യോ 25% ഇൻക്രീസ് എന്ന് പറയുമ്പോൾ ഇനിഷ്യലി 4 ആയിരുന്നു, 25% ഇൻക്രീസ് ചെയ്ത് എന്തായി മാറി? ഫൈനൽ 5 ആയി മാറിയില്ലേ? അങ്ങനെയെങ്കിൽ ബി, എയും ബിയും തമ്മിലുള്ള റിലേഷൻ എന്താ? ഇൻവേഴ്സ് റിലേഷൻ ആണ്. സോ ബിയുടെ റേഷ്യോ കണ്ടുപിടിക്കാൻ, ഇനിഷ്യൽ ആൻഡ് ഫൈനൽ റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ റേഷ്യോന് നമ്മൾ എന്ത് ചെയ്യുക? നേരെ റിവേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ നേരെ തിരിച്ചിടുക. അപ്പോൾ എന്ത് സംഭവിക്കും? 5:4 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് നോക്കാം ഇവർ തമ്മിലുള്ള പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് ആണോ എന്ന്. 4 × 5 എത്ര?
20 അല്ലേ, 5 into 4 എത്ര 20 അല്ലേ. സോ നമുക്ക് പ്രോഡക്റ്റ് എന്തായി മാറി, കോൺസ്റ്റന്റ് അല്ലേ. രണ്ട് കേസിലും നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്, പ്രോഡക്റ്റ് സെയിം അല്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എ ഇൻറ്റു ബി കോൺസ്റ്റന്റ് അല്ലേ, അപ്പോൾ എയും ബിയും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കണം, ഇൻവേഴ്സ് റിലേഷൻ ആയിരിക്കണം. നോക്കിക്കോ, എയും ബിയും 4ഉം 5 ആണെങ്കിൽ എയും ബിയും തമ്മിലുള്ള അതായത് റിലേഷൻ എന്തായിരിക്കണം, റേഷ്യോ എന്തായിരിക്കണം, നേരെ റിവേഴ്സ് ചെയ്യണം, 5:4 ആയി മാറി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ എ ഇൻറ്റു ബി ഇസിക്കൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്നതിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോ ഉപയോഗിച്ച് എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അപ്പം ഏകദേശം ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഇതിൻ്റെ കൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആയില്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ പെർസെൻറ്റേജ് ചാപ്റ്ററിൽ ഇതിൻ്റെ എവിടൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിലൊരു ഫസ്റ്റ് ഒരെണ്ണമാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് പ്രൈസ് ഇൻറ്റു കൺസംഷൻ ആണ്. അതായത് രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് അല്ലേ, എക്സ്പെൻഡിച്ചർ തന്നിട്ടില്ലേ. അപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് സെയിം ആണെങ്കിൽ, കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, രണ്ട് കേസിൽ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് പ്രൈസിൻ്റെ ചേഞ്ചിനെ നേരെ റിവേഴ്സ് എടുത്താൽ പോരെ കൺസംഷൻ്റെ റേഷ്യോ. സോ അങ്ങനെയെങ്കിൽ നമുക്കിത് ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം. കാണിച്ചു തരാം, നോക്കിക്കോ. ദ പ്രൈസ് ഓഫ് ദ ഷുഗർ ഹാസ് ഡിക്രീസ്ഡ് ബൈ 50%. പ്രൈസ് എന്ത് ചെയ്തു, 15% ഡിക്രീസ് ചെയ്തു. ബൈ വാട്ട് പെർസെൻറ്റേജ് ക്യാൻ എ പേഴ്സൺ ഇൻക്രീസ് ദ കൺസംഷൻ സോ ദാറ്റ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ എക്സ്പെൻഡിച്ചർ. ഫസ്റ്റിലെ ഇതിൻ്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് ഇൻറ്റു കൺസംഷൻ. ഇതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എക്സ്പെൻഡിച്ചർ നമ്മുടെ ചിലവെന്ന് പറയുന്നത് പ്രൈസ് ഇൻറ്റു കൺസംഷൻ ആണ്. ഈ കാര്യം നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, പെട്ടിയിലാക്കി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, നമ്മൾ ബോക്സ് വരച്ച് വെക്കുക. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കിയേ, പ്രൈസിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ പ്രൈസിന് എന്ത് ചേഞ്ചാണ് ഉണ്ടായിരിക്കുന്നത്, 50% ഡിക്രീസ് അല്ലേ. 50%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എത്ര, 50 ഡിവൈഡഡ് ബൈ 100. 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര ടൈംസാ, 3 ടൈംസ് അല്ലേ. 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര ടൈംസാ, 20 ടൈംസ് അല്ലേ. അങ്ങനെയെങ്കിൽ 50%ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ നമുക്ക് കിട്ടി 3/20 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നത്, 50% ഡിക്രീസ് ആണ്. ഇനിഷ്യലി എത്ര പ്രൈസ് ഉണ്ടായിരുന്നു ആൻഡ് ഫൈനലി എത്ര പ്രൈസ് ഉണ്ടായിരുന്നു നമുക്ക് റേഷ്യോ ഫോമിൽ എഴുതി കൂടെ. നോക്കിക്കോ, ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നു, 20 ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു, 3 അല്ലെങ്കിൽ അതിൻ്റെ ചേഞ്ച് ഇൻ വാല്യൂ എത്ര, 3 അല്ലേ. 20ൻ്റെ 15% ആയിട്ടുള്ള 3 എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഫൈനൽ വാല്യൂ എത്രയായി മാറി, 17 ആയി മാറി. പ്രൈസിൻ്റെ കാര്യം കിട്ടിയില്ലേ. ഇവിടെ നോക്കിക്കോ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ബൈ വാട്ട് പെർസെൻറ്റേജ് ക്യാൻ എ പേഴ്സൺ ഇൻക്രീസ് ദ കൺസംഷൻ സോ ദാറ്റ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചറിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, അതായത് 15% പ്രൈസ് ഡിക്രീസ് ആയിട്ടും എക്സ്പെൻഡിച്ചറിന് യാതൊരുവിധ എന്ത് മാറ്റമില്ല, ചേഞ്ചുമില്ല. അങ്ങനെയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എക്സ്പെൻഡിച്ചർ എന്തായിരിക്കും, എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻ ഓഫ് പ്രൈസ് ആൻഡ് കൺസംഷൻ, എ ഇൻറ്റു ബി ഇസിക്കൽ ടു കോൺസ്റ്റന്റ് ആണെങ്കിൽ എയും ബി എന്ത് റിലേഷൻ ആയിരിക്കും, ഇൻവേഴ്സ് റിലേഷൻ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പ്രൈസും കൺസംഷനും എന്തായിരിക്കണം, ഇൻവേഴ്സ് റിലേഷൻ ആയിരിക്കണം എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ. അങ്ങനെയെങ്കിൽ ഞാൻ ട്രിക്ക് പറഞ്ഞു തന്നിട്ടില്ലേ, പ്രൈസിൻ്റെ റേഷ്യോ 20:17 ആണെങ്കിൽ കൺസംഷൻ ഇവിടെ ഇൻക്രീസ് അല്ലേ. ഏത് റേഷ്യോയിലാണ് അല്ലെങ്കിൽ ഏത് പെർസെൻറ്റേജിലാണ് നമുക്ക് ഇൻക്രീസ് ഉണ്ടായെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, പ്രൈസിൻ്റെ റേഷ്യോനെ നേരെ റിവേഴ്സ് ചെയ്ത് എഴുതുക. അപ്പോൾ എത്ര വരും, 17 എന്ത് കിട്ടി, 20 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബൈ വാട്ട് പെർസെൻറ്റേജ് ക്യാൻ എ പേഴ്സൺ ഇൻക്രീസ് ദ കൺസംഷൻ സോ ദാറ്റ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ്. ഇനിഷ്യൽ വാല്യൂ എത്ര, 17 അല്ലേ. ഫൈനൽ വാല്യൂ എത്ര, 20 അല്ലേ. ബൈ വാട്ട് പെർസെൻറ്റേജ് ക്യാൻ എ പേഴ്സൺ ഇൻക്രീസ് ദ കൺസംഷൻ, എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ഉണ്ടായെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, എത്ര പെർസെൻറ്റേജ് ഇൻക്രിമെന്റ് ഉണ്ടായി, 3 യൂണിറ്റ് അല്ലേ ഇൻക്രിമെന്റ് ഉണ്ടായിരിക്കുന്നത്. ബേസ് വാല്യൂ അല്ലെങ്കിൽ ഇനിഷ്യൽ വാല്യൂ എത്ര, 17 അല്ലേ. ഇൻറ്റു 100 ചെയ്താൽ പോരെ, എത്ര വരും വാല്യൂ, 300 ഡിവൈഡഡ് ബൈ 17% നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? ഇത് ഞാൻ ആ പഠിപ്പിച്ച് തന്നിരിക്കുന്ന കൺസെപ്റ്റിൻ്റെ ഒരു ജസ്റ്റ് നിങ്ങളെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാനാണ്. എങ്ങനെയാണ് റേഷ്യോനെ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് മീൻസ് പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് ആകുമ്പം റേഷ്യോനെ എങ്ങനെ റിവേഴ്സ് ചെയ്യാം, അതിലൂടെ നമുക്ക് എങ്ങനെ എന്തെങ്കിലും ഒരു പെർസെൻറ്റേജ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ഫൈനൽ വാല്യൂവിനെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വാല്യൂ കണ്ടുപിടിക്കണോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡിലൂടെ കണ്ടുപിടിക്കാം. നോക്കാം. സപ്പോസ് ഞാൻ പറയുകയാണ് ഇനിഷ്യൽ കൺസംഷൻ എന്ന് പറയുന്നത് 170 kg ആണെന്ന് വിചാരിക്കാം. ഇനിഷ്യൽ കൺസംഷൻ എന്ന് പറയുന്നത് 120 കിലോഗ്രാം ആണെന്ന് വിചാരിക്കാം. 170 കിലോഗ്രാം എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ
15% ഡിക്രീസ് ഓഫ് ഷുഗർ വന്നതിന് ശേഷം എത്രയാണ് അവരുടെ ഷുഗറിന്റെ കൺസംഷൻ അല്ലെങ്കിൽ കൺസംഷൻ എത്ര ആയിരിക്കും കണ്ടുപിടിച്ചൂടെ? 17 അല്ലേ നമ്മുടെ ഇനിഷ്യൽ കൺസംഷൻ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 17 നമ്മുടെ ഇനിഷ്യൽ കൺസംഷൻ. ഇതല്ലേ ഇനിഷ്യൽ കൺസംഷൻ എന്ന് പറഞ്ഞത്? 17 ആയിരുന്നു. അതിന്റെ വാല്യൂ എത്ര? 170 അല്ലേ? ഇത്രയും ഷുഗറൊക്കെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ അടിച്ച് പോകത്തില്ലേ? അത്രയൊന്നും വരത്തില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ തന്നേ ഉള്ളൂ. 17 kg വേണ്ട കേട്ടോ, 17 ഗ്രാം മതി അല്ലേ? 17 ഗ്രാം പോരെ, ഇത്രയും ഷുഗറൊക്കെ വന്നാൽ പ്രമേഹം വരത്തില്ലേ? അപ്പം 17 യൂണിറ്റിന്റെ വാല്യൂ ആണ് 170 ഗ്രാം. അതല്ലേ ഇനിഷ്യലി കൺസ്യൂം ചെയ്തത്. അങ്ങനെയെങ്കിൽ 1 ഗ്രാം അല്ലെങ്കിൽ 1 യൂണിറ്റിന്റെ വാല്യൂ എത്ര വരും? 10 ഗ്രാം എന്ന് വരത്തില്ലേ? അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 15% റിഡക്ഷൻ, പ്രൈസിനുണ്ടായ റിഡക്ഷൻ മൂലം നമുക്ക് എത്രയാണ് ഫൈനലായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്? 20 അല്ലേ? അപ്പോൾ 20ന്റെ വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ എത്ര വരും? 200 ഗ്രാം എന്ന് കിട്ടത്തില്ലേ? അപ്പോൾ ഇതാണ് 15% ഓഫ് ഷുഗറിന്റെ റിഡക്ഷൻ മൂലം നമുക്ക് 20 ഗ്രാമാണ് നമ്മൾ ഫൈനലായിട്ട് കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 15% ഓഫ് പ്രൈസ് അല്ലെങ്കിൽ ഒരു ഷുഗറിന്റെ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഷുഗറിന്റെ 15% ഓഫ് റിഡക്ഷൻ മൂലം നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ എക്സ്ട്രാ വാങ്ങിച്ചെന്ന് കണ്ടുപിടിക്കുക. എത്ര ചെയ്താൽ മതി? ഇവിടെ എത്ര എക്സ്ട്രാ വന്നിരിക്കുന്നത്? 3 യൂണിറ്റ് അല്ലേ? അപ്പം 3 യൂണിറ്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ എത്ര വരും? 3 × 10 30 ഗ്രാം ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്? എക്സ്ട്രാ ഷുഗർ വാങ്ങിക്കാനും പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഒരുപാട് കൺസെപ്റ്റ്, ഒരുപാട് മെത്തേഡ് അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് എത്ര ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം അല്ലേ? ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴും ഇതുപോലെ വേണം. അല്ലാതെ നമ്മൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ മാത്രം അതുപോലെ ചെയ്ത് പഠിക്കാതെ ക്വസ്റ്റ്യനെ എന്ത് ചെയ്യുക, നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ നിന്നും വേറൊരു ക്വസ്റ്റ്യൻ ഡെവലപ്പ് ചെയ്യുക. ഇങ്ങനെ വന്നൂടെ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് അതിലോട്ട് പോകും. അപ്പം നമ്മൾ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡെവലപ്പ് ആവുന്നത് എന്താ? നമ്മൾ അതിൽ നിന്നും ഒരുപാട് ചിന്തിച്ച് പോവുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ അല്ലെങ്കിൽ ഒരുപാട് രീതിയിലൊക്കെ ചിന്തിച്ച് പോകും. ഇപ്പം ഈ കറണ്ട് അഫെയർ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബാങ്ക് എക്സാംസിനൊക്കെ കറണ്ട് അഫെയർ വേണം. അപ്പോൾ ഈ കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു അല്ലെങ്കിൽ ഒരു ന്യൂസ് കണ്ടു, ആ ന്യൂസ് മാത്രം പഠിച്ചിട്ട് പോയാൽ മതിയോ? ആ ന്യൂസിനെ റിലേറ്റ് ഇരിക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്, അതെല്ലാം പഠിക്കണം. കാരണം ഇപ്പോഴത്തെ പാറ്റേൺ കണ്ടിട്ടില്ലേ? ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ല. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും ഡെപ്ത് വേണം. ഒരു 4-5 വർഷം മുന്നേ നമുക്ക് വൺ ലൈനേഴ്സ് പഠിച്ച് ഈസി ആയിട്ട് നമുക്ക് കറണ്ട് അഫെയറിൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ കാലത്ത് നടക്കുമോ? ഒരു കാരണവശാലും നടക്കത്തില്ല. നല്ല രീതിയിൽ പഠിക്കണം. സോ അതുപോലാണ് ഇനി അങ്ങോട്ട് കോമ്പറ്റീഷൻ കൂടുമല്ലേ? എല്ലാവർക്കും ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്, ഒരുപാട് ഫ്രീ ക്ലാസ്സസ് അല്ലേ കിട്ടുന്നത്. ഇപ്പം ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടല്ലേ ക്ലാസ് തരുന്നത്. അപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് നോളജ് എത്തുകയാണ്. അപ്പോൾ അവരുടെ നോളജ് ഇമ്പ്രൂവ് ആവും. അപ്പോൾ അവരെന്ത് ചെയ്യും? ഓരോ ആൾക്കാരും പഠിക്കുന്ന ഒരുപാട് മെത്തേഡിലൂടെ, ഇപ്പം ഞാൻ തന്നെ ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യനിലൂടെ ഒരുപാട് കൺസെപ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തെന്നില്ലേ? അപ്പോൾ ഇതുപോലെ പഠിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ അതുപോലെ അയാളുടെ മെമ്മറി പവർ അല്ലെങ്കിൽ അയാളുടെ ബ്രെയിൻ അതുപോലെ വർക്ക് ചെയ്യും. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ നിന്നാലും അയാൾ ക്രാക്ക് ചെയ്യും. കോമ്പറ്റീഷൻ ഇൻക്രീസ് ആവത്തില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ്, ക്യൂയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ, പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനിയും ഒരുപാട് ഡിഫിക്കൽട്ട് ആവാം. അപ്പോൾ പഠിക്കുമ്പോൾ നല്ല രീതിയിൽ പഠിച്ചു പോവാം. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിൻ്റെ തന്നെ വേറൊരു ആപ്ലിക്കേഷൻ നോക്കാം. ദ പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് റെഡ്യൂസ്ഡ് ബൈ 25%, but the daily sale of the article is increased by 30%. Net effect on the daily sale receipts is. So ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് A × B എന്ന് പറഞ്ഞ എന്താ? ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടല്ലേ? A × B എന്ന് പറഞ്ഞ എന്താ? ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതേ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വേറൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ, പ്രൈസ് തന്നിട്ടുണ്ട്. പ്രൈസ് എത്ര? 25% റിഡക്ഷൻ ആണ്. അപ്പോൾ നോക്കാം, ഇനിഷ്യൽ പ്രൈസും ഉണ്ട്, ഫൈനൽ പ്രൈസും ഉണ്ട്. 2 പ്രൈസ് ഇല്ലേ? 25% റിഡക്ഷൻ ആയി. അപ്പോൾ എന്ത് വന്നു? 25% റിഡക്ഷൻ ആകുമ്പോൾ എന്ത് സംഭവിക്കും? 1/4 അല്ലേ? അതായത് ഇനിഷ്യലി 4 ആണ്, ആ 4ന്റെ 25 ആയിട്ടുള്ള 1 അല്ലേ ചേഞ്ച് ഇൻ വാല്യൂ. അപ്പോൾ ഫൈനൽ എന്തായി മാറി? 3 ആയി മാറിയില്ലേ? അപ്പോൾ ഇനിഷ്യൽ വാല്യൂ 4 ആണ്, ഫൈനൽ വാല്യൂ 3 ആയി മാറി. ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ. പക്ഷേ ഡെയിലി സെയിൽ ഓഫ് ദ ആർട്ടിക്കിൾ എന്ത് ചെയ്തു? ഇൻക്രീസ്ഡ് ബൈ 30% എന്നല്ലേ? അപ്പോൾ ഡെയിലി സെയിൽ, അപ്പോൾ നമുക്ക് സെയിൽ എന്ത് ചെയ്തു? ഡെയിലി സെയിൽ എന്തായി മാറി? 30% ഒരു ഇൻക്രിമെന്റ് ഉണ്ടായി. 30% ഒരു ഇൻക്രിമെന്റ് ഉണ്ടായി. നമുക്ക് 30% വാല്യൂ കണ്ടുപിടിച്ചൂടെ? എത്ര 30% വാല്യൂ എന്ന് പറഞ്ഞാൽ 3/10 ആണല്ലോ. ഇനിഷ്യലി 10 ആയിരുന്നു, 30% ഇൻക്രീസ് അല്ലേ ഉണ്ടായിരിക്കുന്നത്? പറഞ്ഞോ, 10 ആയിരുന്നു. 10ന്റെ 30% ആയിട്ടുള്ള 3 ഇൻക്രീസ് ചെയ്ത് എന്തായി മാറി? 13 ആയി മാറി. അങ്ങനെയെങ്കിൽ ഡെയിലി സെയിൽ അല്ലെങ്കിൽ നെറ്റ് എഫക്റ്റ് ഓൺ ദി ഡെയിലി സെയിൽ. അപ്പോൾ നമുക്ക് എഴുതിക്കൂടെ? നെറ്റ് എഫക്റ്റ് ഓൺ സെയിൽ എത്ര ആയിരിക്കും? ഇവർ തമ്മിലുള്ള പ്രോഡക്റ്റ് അല്ലേ? നോക്കിക്കോ, പ്രൈസ് ഇൻറ്റു സെയിലാണ് നെറ്റ് സെയിൽ എന്ന് പറയുന്നത്.
ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. അങ്ങനെയെങ്കിൽ നമുക്ക് നെറ്റ് സെയിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, 40 വരും. ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, 39 വരും. അപ്പോൾ അങ്ങനെയെങ്കിൽ ദ നെറ്റ് എഫക്റ്റ് ഓൺ ഡെയിലി സെയിൽ എത്ര ആയിരിക്കും ഡിക്രീസ് ഉണ്ടായിരിക്കുന്നത്? നോക്കിയേ, എത്ര വാല്യൂലാണ് ഇവിടെ റിഡക്ഷൻ വന്നിരിക്കുന്നത്? ഒരു വാല്യൂലല്ലേ, അല്ലെങ്കിൽ ഒരു യൂണിറ്റിലല്ലേ ഇവിടെ റിഡക്ഷൻ വന്നിരിക്കുന്നത്? എത്ര വന്നിരിക്കുന്നത്? -1 ആണ്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആണ് ഇവിടെ റിഡക്ഷൻ വന്നിരിക്കുന്നത്. ബേസ് വാല്യൂ എവിടെ നിന്നാണ് റിഡക്ഷൻ വന്നിരിക്കുന്നത്? ഇനിഷ്യൽ വാല്യൂ അല്ലേ. അപ്പോൾ ഇനിഷ്യൽ വാല്യൂ എത്ര? 40 അല്ലേ. പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. എത്ര വരും? 2.5% റിഡക്ഷൻ വരത്തില്ലേ? ദാറ്റ് ഈസ് ഇതെന്തൊരു 5/2 എന്ന് വരത്തില്ലേ? അതിൻ്റെ വാല്യൂ എത്ര? 2.5% റിഡക്ഷൻ അല്ലെങ്കിൽ ഡിക്രീസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. കാര്യം എന്തുകൊണ്ടാണ് ഡിക്രീസ്? കാര്യം ഇവിടെ മൈനസ് അല്ലേ. 39 - 40 വരുമ്പോൾ എന്താ വരുന്നത്? മൈനസ് അല്ലേ. ദാറ്റ് ഈസ് -2.5% അല്ലേ. അതിൻ്റെ വാല്യൂ എത്ര? 2.5% ഡിക്രീസ് ആണ്. ഇതിലേതാ ഓപ്ഷൻ? 2% ഡിക്രീസ്. ഇതല്ലേ ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ മൈനസ്, അതായത് ഡിക്രീസ് അല്ലേ, 40-ൽ നിന്നും 39-ലോട്ട് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഡിക്രീസാണ് വരുന്നത്. അപ്പം നമുക്ക് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം? ഈ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്തൂടെ? ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നമുക്ക് അറിഞ്ഞൂടെ? ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്തൂടെ? സോ നമുക്ക് 2 വാല്യൂസ് വരും. നമുക്ക് ബാക്കി ചിലപ്പം എല്ലാ ഓപ്ഷനും ഇൻക്രീസ് ആണ്, ഒരു ഡിക്രീസ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓപ്ഷനിലൂടെ ഡയറക്റ്റ് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ അത്രയും സിമ്പിൾ ക്വസ്റ്റൻ ഒന്നും ഈ ഒരു സമയത്ത് വരത്തില്ല. പക്ഷേ എന്താ പറഞ്ഞേ, വന്നാലോ? വരത്തില്ല കേട്ടോ, അങ്ങനെയൊന്നും വരത്തില്ല. അതൊന്നും ആരും പേടിക്കണ്ട. അങ്ങനെ അത്രയും എന്താ പറഞ്ഞേ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മുടെ ബാങ്കിങ് എക്സാംസിന് വരത്തില്ല. അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മതി, അത് മാത്രമേ നമുക്കുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാമല്ലോ. നോക്കിക്കോ. A reduction of 20% in the rate of sugar enables Sudhir to get 6 kg more sugar for 960. What is the reduced rate of sugar per kilogram? ഈ കൺസെപ്റ്റ് അല്ലേ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നത്? ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞു തന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? 15% പ്രൈസിനുണ്ടായ റിഡക്ഷൻ മൂലം അയാൾക്ക് എന്ത് സംഭവിച്ചു? 3 യൂണിറ്റ് അല്ലെങ്കിൽ 30 ഗ്രാം എന്ത് ചെയ്ത് എക്സ്ട്രാ വാങ്ങിക്കാൻ പറ്റി. അങ്ങനെയെങ്കിൽ ഇനിഷ്യലും ഫൈനലും കണ്ടുപിടിച്ചൂടെ? ഇതേ കൺസെപ്റ്റ് അല്ലേ നമ്മൾ സ്വന്തമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഓൺ ദ സ്പോട്ടിൽ ഉണ്ടാക്കിയ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടല്ലേ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? ചെയ്തുകൂടെ? നോക്കാം. എ റിഡക്ഷൻ ഓഫ് 20% ഇൻ ദ റേറ്റ് ഓഫ് ഷുഗർ എനേബിൾസ് സുധീർ ടു ഗെറ്റ് 6 kg മോർ ഷുഗർ ഫോർ 960. വാട്ട് ഈസ് ദ റെഡ്യൂസ്ഡ് റേറ്റ് ഓഫ് ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താ? റിഡക്ഷൻ ഓഫ് 20% എന്തുണ്ടായി? ഒരു റിഡക്ഷൻ ഉണ്ടായി. അപ്പോൾ ആ റേറ്റ് ഓഫ് ഷുഗർ അല്ലേ അതിനെ പറഞ്ഞപ്പോൾ അതെന്താ? ആ ഷുഗറിൻ്റെ പ്രൈസ് അല്ലേ? അതിലാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി പ്രൈസിന് എന്ത് സംഭവിച്ചു? 20% ഒരു റിഡക്ഷൻ ഉണ്ടായി. 20% റിഡക്ഷൻ്റെ 20% ഫ്രാക്ഷൻ വാല്യൂ എത്ര? 1/5 ആണല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? പ്രൈസ് ഇനിഷ്യലി ഉണ്ട്, അല്ലെങ്കിൽ ഇനിഷ്യൽ വാല്യൂ ഉണ്ട്, ഒരു ഫൈനൽ വാല്യൂ ഉണ്ട്. ഇനിഷ്യലി 5 ആണെന്ന് വിചാരിക്കുക. ഇനിഷ്യൽ വാല്യൂ ആയിട്ടുള്ള 5ൻ്റെ 20% ആയിട്ടുള്ള 1 റെഡ്യൂസ് ചെയ്ത് എന്തായി മാറി? ഫൈനൽ വാല്യൂ 4 ആയി മാറി. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നല്ല കൃത്യമായിട്ട് കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തന്നെയല്ലേ? അപ്പോൾ ഇത് കാണുമ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണുക, നോട്ട്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ റിവിഷൻ ചെയ്യുക. ഓക്കെ ആണല്ലോ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സുധീർ ടു ഗെറ്റ് 6 kg മോർ ഷുഗർ ഫോർ 960 എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ആണോ റിഡക്ഷന് മുന്നേ അതേ എക്സ്പെൻഡിച്ചർ തന്നെയല്ലേ ഈ 960. എക്സ്പെൻഡിച്ചറിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ടോ? ഒരു ചേഞ്ചും ഇല്ല. അതായത് ഈ 20% റിഡക്ഷന് മുന്നേയും ഇയാൾ, അല്ലെങ്കിൽ ഈ സുധീർ എന്ന് പറഞ്ഞ വ്യക്തി 960 രൂപയ്ക്കാണ് ഷുഗർ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഒരാഴ്ച നമ്മൾ എന്ത് ചെയ്യും? 960 രൂപയ്ക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് ആണ്. ആ എമൗണ്ടിന് ഒരാഴ്ചത്തേക്ക് ഇത്ര ഷുഗർ, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഷുഗർ. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ഇപ്പോൾ ഓണമൊക്കെ വരുമല്ലേ, ഓണത്തിന് വാല്യൂസിനൊക്കെ എന്താ പറയുക, ഡിസ്കൗണ്ട് ഇല്ലേ? അപ്പോൾ ഇതേ 960 രൂപ കൊണ്ട് എന്ത് ചെയ്തു? ഒരു 20% റിഡക്ഷൻ ഉള്ളത് കൊണ്ട് അയാൾക്ക് എക്സ്ട്രാ എത്ര ഷുഗർ വാങ്ങിക്കാൻ പറ്റി? 6 kg മോർ ഷുഗർ വാങ്ങിക്കാൻ പറ്റി എന്നല്ല പറഞ്ഞിരിക്കുന്നേ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? എക്സ്പെൻഡിച്ചർ ഇവിടെ 2 കേസിൽ എന്താണ്? കോൺസ്റ്റന്റ് അല്ലേ? എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ പ്രൈസ് ഇൻറ്റു കൺസംഷൻ ആണ് നമുക്കറിയാം. എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്തൂടെ? പ്രൈസ് എന്ന് പറയുന്നത് കൺസംഷൻ എന്താണ്? ഇൻവേഴ്സ് റിലേഷൻ ആണ്. പ്രൈസും കൺസംഷൻ എന്താ? ഇൻവേഴ്സ് റിലേഷൻ അല്ലേ? അങ്ങനെയെങ്കിൽ കൺസംഷൻ്റെ റേഷ്യോ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിച്ചൂടെ? പ്രൈസിൻ്റെ റേഷ്യോ 5:4 ആണെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേ? നേരെ റിവേഴ്സ് ചെയ്യുക. അപ്പോൾ എന്ത് വരും റേഷ്യോ? 4:5 എന്ന് വന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ 20% റിഡക്ഷൻ മൂലം സുധീറിന് എത്ര കിലോഗ്രാം മോർ ഷുഗർ വാങ്ങിക്കാൻ പറ്റി? 6 കിലോഗ്രാം കൂടുതൽ ഷുഗർ വാങ്ങിക്കാൻ പറ്റി. അങ്ങനെയെങ്കിൽ നിങ്ങളിവിടെ നോക്കിയേ, ഇവിടെ കൺസംഷനിൽ എത്ര കിലോഗ്രാം എത്ര യൂണിറ്റ് റേഷ്യോയിൽ എത്ര യൂണിറ്റ് ഇൻക്രിമെൻ്റ് ഉണ്ടായിരിക്കുന്നത്? 1 യൂണിറ്റ് അല്ലേ? കൺസംഷൻ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ഷുഗർ എക്സ്ട്രാ വാങ്ങിച്ചെന്നല്ലേ?
അങ്ങനെയെങ്കിൽ റേഷ്യോയിൽ ഒരു യൂണിറ്റ് ഷുഗർ എക്സ്ട്രാ വാങ്ങിക്കാൻ പറ്റിയില്ലേ? അങ്ങനെയെങ്കിൽ ആക്ച്വൽ വാല്യൂ എത്ര? 6 അല്ലേ തന്നിരിക്കുന്നത്? ഒരു യൂണിറ്റിന്റെ വാല്യൂ 6 ആണെങ്കിൽ ഇനിഷ്യലി സുധീർ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഷുഗറിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ, കിലോഗ്രാം അല്ലെങ്കിൽ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു യൂണിറ്റിന്റെ വാല്യൂ 6 ആണെങ്കിൽ 4 യൂണിറ്റിന്റെ വാല്യൂ എത്ര വരും? 24 kg എന്ന് വരും. അപ്പം ഇനിഷ്യലി ഈ പറഞ്ഞിരിക്കുന്ന 20% റിഡക്ഷന് മുന്നേ സുധീർ 24 കിലോഗ്രാം ഷുഗർ ആയിരുന്നു 960 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ 20% റിഡക്ഷൻ വന്നില്ലേ ഷുഗറിന്റെ പ്രൈസിന്? അതുകൊണ്ട് എന്ത് ചെയ്തു? സുധീറിന് ആ 960 രൂപയ്ക്ക് 5 യൂണിറ്റ് ഷുഗർ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഒരു യൂണിറ്റിന്റെ വാല്യൂ 6 ആണെങ്കിൽ 5 യൂണിറ്റിന്റെ വാല്യൂ എത്ര വരും? 30 കിലോഗ്രാം ആണ് സുധീർ ഇപ്പം വാങ്ങിക്കുന്നത്. 30 കിലോഗ്രാം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? വാട്ട് ഈസ് എ റെഡ്യൂസ്ഡ് റേറ്റ് പെർ കിലോഗ്രാം അല്ലേ? ഇവിടെ എത്ര റെഡ്യൂസ്ഡ് റേറ്റ് വന്നിരിക്കുന്നത്? റെഡ്യൂസ്ഡ് റേറ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ റെഡ്യൂസ്ഡ് റേറ്റ് ഷുഗർ പെർ കിലോഗ്രാം? കണ്ടുപിടിച്ചൂടെ? കൺസംഷൻ കിട്ടിയില്ലേ? ടോട്ടൽ പ്രൈസ് എത്ര? 960 അല്ലേ? നമുക്ക് റെഡ്യൂസ്ഡ് പ്രൈസ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? എത്ര ആയിരിക്കും ആൻസർ? 960 ഡിവൈഡഡ് ബൈ എത്ര ആയിരിക്കും? 30 ചെയ്താൽ പോരെ? എത്ര? ഈ സീറോയും കട്ട് ചെയ്ത് കളയാം. എത്ര വാല്യൂ വരുന്നത്? 32 RS അല്ലേ? 32 റെഡ്യൂസ്ഡ് ഷുഗറിന്റെ വിലയല്ലേ കണ്ടുപിടിക്കണ്ടേ? 32 RS ആണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് എന്തൊക്കെ കിട്ടി? ഇനിഷ്യൽ ആൻഡ് ഫൈനൽ കിലോഗ്രാം, കൺസംഷൻ എത്ര കിലോഗ്രാം ഷുഗർ വാങ്ങിച്ചു എന്ന് വരെ കണ്ടുപിടിച്ചു. അതും കിട്ടിയില്ല. ഇൻ കേസ് ഈ ക്വസ്റ്റിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഇനിഷ്യലി എത്ര കിലോഗ്രാം ഷുഗറാണ് യൂസ് ചെയ്യുന്നത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാല്യൂ കൊടുത്താൽ മതി. ഇനിഷ്യലി ആണെങ്കിൽ 24 കിലോഗ്രാം ആയിരുന്നു, ഫൈനൽ ആണെങ്കിൽ എത്ര? 30 കിലോഗ്രാം യൂസ് ചെയ്തു. ഇനി റെഡ്യൂസ്ഡ് റേറ്റ് ഓഫ് ഷുഗർ പെർ കിലോഗ്രാം കണ്ടുപിടിക്കാൻ എന്താ മതി? എക്സ്പെൻഡിച്ചർ എത്ര? 960 അല്ലേ? നോക്ക്, പ്രൈസ് ഇൻറ്റു കൺസംഷൻ ആണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ. നമുക്ക് പ്രൈസ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? എക്സ്പെൻഡിച്ചറിനെ കൺസംഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? എക്സ്പെൻഡിച്ചർ എത്ര? 960 അല്ലേ? പ്രൈസ് റെഡ്യൂസ് ചെയ്തു, 20% റെഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന കൺസംഷൻ എത്ര? 30 kg അല്ലേ? അപ്പോൾ നമുക്ക് പ്രൈസ് എത്ര കിട്ടി? 32 RS എന്ന് കിട്ടി. സോ ഇതാണ് നമ്മുടെ റെഡ്യൂസ്ഡ് റേറ്റ് എന്ന് പറഞ്ഞത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഏതൊക്കെ കൺസെപ്റ്റാണ് ഇന്ന് പഠിച്ചത്, അല്ലെങ്കിൽ ഏതിൻ്റെയൊക്കെ കൺസെപ്റ്റാണ് നമ്മൾ പറഞ്ഞു തന്നത്? പാസിംഗ് മാർക്ക് ഞാൻ പറഞ്ഞു തന്നില്ലേ? ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഇസിക്കൽ ചേഞ്ച് ഇൻ വാല്യൂ പറഞ്ഞു തന്നില്ലേ? അതേപോലെ A ഇൻറ്റു B ഇസിക്കൽ കോൺസ്റ്റന്റ് വെച്ചിട്ട് 2 ടൈപ്പ് പറഞ്ഞു തന്നില്ലേ? സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ നോക്കിയിട്ട് വരിക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഇനിയും ഒരു 4-5 ടൈപ്പ് സബ് ടൈപ്പുകളില്ലേ, നമുക്കതെല്ലാം പഠിക്കണ്ടേ? ഇനി സക്സസീവ് പെർസെൻറ്റേജ് പഠിക്കാനുണ്ട്, ഇലക്ഷൻ പഠിക്കാനുണ്ട്. സോ സക്സസീവിൻ്റെ ആക്ച്വൽ ആപ്ലിക്കേഷനാണ് ഇലക്ഷൻ വരുന്നത്. അതേപോലെ റിമൈനിങ് പെർസെൻറ്റേജ് വരുന്നുണ്ട്. സോ ഇതൊക്കെ നമുക്കിനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കണം. അപ്പോൾ ഈ വരുന്ന ക്ലാസ്സുകൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിരിക്കും. ഇതെല്ലാം തീർത്തിട്ട് വേണം എനിക്ക് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യിപ്പിക്കാൻ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്താലല്ലേ നമ്മൾ ഒരു ചാപ്റ്ററിൽ നല്ല മാസ്റ്റർ ആവും. നമ്മുടെ ബാങ്കിങ് എക്സാംസ് ആണെങ്കിലും SSC എക്സാംസ് ആണെങ്കിലും ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു ചാപ്റ്റർ നല്ല രീതിയിൽ മാസ്റ്റർ ആവാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് വരിക. അടുത്ത ക്ലാസ്സിൽ ഒരു കാരണവശാലും പെൻഡിങ് ഇടല്ലേ. അപ്പോൾ നല്ല രീതിയിൽ ഇനി വരുന്ന ദിവസങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളൊരു മിഷൻ എന്താ 2025 ഏത് എക്സാം ആണെങ്കിലും ഞാൻ എഴുതിയെടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡയറിയിൽ കാണത്തില്ലേ? മിഷൻ 2025 ബാങ്ക് എക്സാം എങ്കിൽ ബാങ്ക് എക്സാം, SSC ആണെങ്കിൽ SSC എക്സാം. അത് ക്രാക്ക് ചെയ്യണം. അത് ക്രാക്ക് ചെയ്തിട്ട് നല്ലൊരു ലൈഫ് എൻജോയ് ചെയ്യണം അല്ലേ? അതല്ലേ നമുക്ക് ആവശ്യം. എത്രയും വേഗം ഒരു ജോലി കിട്ടുന്നു, എന്നിട്ട് നല്ല രീതിയിൽ ലൈഫ് എൻജോയ് ചെയ്യുക. നല്ലൊരു ലൈഫ് എല്ലാവർക്കും കിട്ടട്ടെ, നല്ല രീതിയിൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റട്ടെ. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അടുത്ത ക്ലാസ് കറക്റ്റ് 7 മണിക്കാണ്. എല്ലാവരും ആ സമയത്ത് നിങ്ങളുടെ ജോലി തീർത്തിട്ട് വരണം. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഓക്കെ.